അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം. അപ്പൊ ഇതാ കേൾക്കേണ്ടത്. ഇത് കേൾക്കുന്നതോറും വിടുതൽ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാവരും കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാണ്. ഈ കേട്ടാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന് മഹത്വം. നാം അറിയാതെ തന്നെ ദൈവം വിടുതൽ നടത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ മഹത്വം. ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഓർമ്മിച്ചല്ലോ, സുവിശേഷ പുസ്തകം. 4 സുവിശേഷകരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരാ എഴുതിയിരിക്കുന്നത്. 27 പുസ്തകം 8 പേരാ എഴുതിയിരിക്കുന്നത്. ആ 8 പേര് നിങ്ങൾക്കറിയാം ആരൊക്കെയാ? വേദപുസ്തകം മൊത്തം എത്ര പുസ്തകമാണ്? 66. എടുത്തോടെ നടക്കാൻ വേണ്ടി കുറെ നാളായി. അതെങ്കിൽ ഒന്ന് അറിഞ്ഞിച്ചു പോകും. 66 പുസ്തകം. 40 എഴുത്തുകാരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. 66 പുസ്തകം, 40 എഴുത്തുകാർ. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ടാണ് ഇത് എഴുതി തീർന്നത്. എഴുതിയവരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാ ഈ 40 പേര്. ആദ്യത്തെ 5 പുസ്തകം എഴുതിയത് സാധാരണ പഠിച്ചിരിക്കുന്നത് ആരെഴുതിയതാണ്? മോശെ എഴുതിയ പുസ്തകമാണ്. അപ്പൊ ചിലക്ക് ഒരു സംശയം വരും, വായിക്കുന്നവർക്കേ ഉള്ളൂ. മോശെ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ ഏകദേശം 50 അധ്യായം ഉൽപ്പത്തി പുസ്തകം എടുത്തു. സൃഷ്ടിവൃത്തം 5 ദിവസം വേണ്ടി കാണുന്ന ഭൂചരകേന്ദ്ര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 6ാമത്തെ ദിവസം ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം കൊണ്ട് വായിച്ചു വരുമ്പോൾ കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. കണ്ടതുപോലെ. അപ്പൊ ഇത് എഴുതിയ ആരാ? മോശയാ. ഈ സംഭവം നടക്കുമ്പോ മോശ ഉണ്ടോ? പിന്നെ ഇതെങ്ങനെ എഴുതി? കണ്ടതുപോലല്ലേ ആദാമിനോടക്കം വരുത്തി വാഴികളിൽ ഒരെണ്ണം കൂടിയെടുത്തു. ആദാം കണ്ണു തുളിച്ചു, ഹവ്വായെ കണ്ടു. ഇവിടെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് ഇതിന്റെ മാംസത്തിൽ നിന്ന് മാംസവും അസ്ഥിയിൽ നിന്ന്. അപ്പൊ ഇതെല്ലാം കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. മോശെ ജനിക്കുന്നത് ഏത് അധ്യായത്തിലാണ്? പുസ്തകം പഠിക്കുമ്പോ പുറപ്പാട് പുറപ്പാട് 2-ാം അധ്യായത്തിലാണ് ജനനത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായവും എബ്രായ ലേഖനം 11-ാം അധ്യായവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ മോശയുടെ ജനനത്തെ പറ്റി പരാമർശമുണ്ട്. 3 പദമാണ് കൊടുത്തിരിക്കുന്നത്: സുന്ദരൻ, സൗന്ദര്യമുള്ളവൻ, ദിവ്യ സുന്ദരൻ. ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഈ മോശെ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമായി എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടതുപോലെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മളിത് മോശ എഴുതിയെന്ന് എങ്ങനെ? നാളെ രാമ പറഞ്ഞു നമ്മളെല്ലാം അങ്ങ് വിശ്വസിക്കുക. അല്ലാതിപ്പം നമ്മളെല്ലാം അങ്ങ് അങ്ങനെയൊക്കെയോ പഠിപ്പിക്കുന്ന കണ്ണടച്ചു. അതിനത് തെളിവ് വേണമല്ലോ. വാക്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം 40 ദിവസമാ മോശെ എവിടെ ഇരുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ 40 വെള്ളമൊന്നും കുടിച്ചില്ല, ആഹാരവുമില്ല. അത് ഇടയ്ക്ക് കയറി ചോദിക്കുക, മോശെ 40 ദിവസം എത്ര വട്ടം ഇരുന്നു? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പറഞ്ഞു.
സാധാരണ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സഹോദരിമാരാ ചടികടാന്ന് പറയുന്നത്. ഇവിടെയും അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ ഇന്ന് പറയാത്തത് ഞാനത് കണ്ടത് കൊണ്ടാ പറയാത്തത്. കാരണം നിങ്ങൾ ചിലര് ചിന്തിക്കുന്നത് അയാൾക്ക് ബോധവും വിവരവും ഉള്ളവരല്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അയാള് നമ്മളെ എടുത്ത് ആക്ഷേപിക്കും. കാകാശന് വിവരമുള്ളവനല്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാ. അതാ നിങ്ങൾ പലരും മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ പറയുന്നവരാ. ഞങ്ങള് ഒരു ജാതി ആയതുകൊണ്ട് അവര് എന്ത് മരണം നോർത്ത് അങ്ങ് പറഞ്ഞതാ. അപ്പൊ മോശയെ 40 ദിവസം 3 വട്ടം ഇരുന്നു. അപ്പോൾ തന്നെ തിരുവചനം പഠിപ്പിക്കുന്നത് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന സമയത്തല്ല ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തും. സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം പറഞ്ഞു കൊടുത്തു. അതല്ല എഴുതി രേഖം. അപ്പൊ ചിലക്ക് ഒരു സംശയം, അന്ന് എഴുതുണ്ടോ? ഉണ്ട്. അതിനൊരു തെളിവ്, ശുശ്രൂഷയുടെ വിഷയത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ദൈവം തമ്പുരാൻ ഒരു പ്രമാണം കൊടുത്തു. നിങ്ങള് ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ വടി, എന്നിട്ട് ആ വടിയുടെ മേളിൽ എഴുത്തുണ്ട്. കുറച്ചുകൂടെ പുറകോട്ട് തന്നെ ചിന്തിച്ചാൽ സൈൻ ഉണ്ട്. അന്ന് കയ്യിലെ ആരും കൊല്ലരുത്, അതിനവനൊരു സൈൻ ഇട്ടാണ്. എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരാ നിങ്ങൾ. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ പലരും വളരെ ജ്ഞാനികളായിട്ട് സ്തോത്രം പറയാതൊക്കെ ഇരിക്കുന്നു. ജ്ഞാനം കൂടിയാലും പാണ്ഡിത്യം കൂടിയാലും പിന്നെ അങ്ങനെ കയ്യടി വന്ന് അങ്ങനെയുണ്ട് ചിലര്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, സഭയിൽ വന്ന് അനങ്ങാതിരിക്കും, നമ്മോട് പറയും. അപ്പൊ എന്നേക്കാൾ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ചില സൈൻ കാണുമ്പം വായിച്ച് മനസ്സിലാക്കും, അറിയാതെ ഇന്നതിന്റെയാണ് ഇല്ലേ. വാഹനം ഓടിക്കുമ്പോൾ തന്നെ ചില ബോർഡുകളുണ്ടല്ലോ, എഴുതി വെച്ചിട്ടില്ലല്ലോ, അടയാളമാണ്. അടയാളം കാണുമ്പോ പാലം കയറുന്നതിന് വേണ്ടി ഇങ്ങനെ എന്താ പറഞ്ഞ അത് കാണുമ്പോ അറിയാം. അപ്പൊ കയ്യിന് അടയാളം ഇട്ടു, ആരും ഇവനെ കൊല്ലരുത്. അപ്പൊ അന്ന് ആരംഭകാലത്ത് തന്നെ അടയാളങ്ങളുണ്ട്, എഴുത്തുണ്ട്. മോശയ്ക്ക് ദൈവം നേരിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. അങ്ങനെ മോശയാൽ എഴുതപ്പെട്ട ആദ്യത്തെ 5 പുസ്തകം. പിന്നെ വേറെ പഠിതാക്കള് ചില ഭാഗത്ത് പറയുന്നത് ചില വാക്യങ്ങൾ മോശ എഴുതിയതല്ല. കാരണം മോശ മരിക്കുന്ന സന്ദർഭത്തിൽ മരിച്ചു കഴിഞ്ഞ് ആ വിഷയമൊക്കെ പിന്നീടുള്ളവരോട് എഴുതി ചേർത്തതായിട്ട് ആട്ടെ. അപ്പൊ 40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ടായി വേദപുസ്തകം എഴുതി തീർത്തത്. ഇവരെ പലരും തമ്മിൽ കണ്ടിട്ടില്ല. വിശേഷിച്ച് ഒടുവിലത്തെ പുസ്തകം എഴുതിയത്, വെളിപ്പാട് പുസ്തകം, യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയതാണ്. യോഹന്നാൻ അപ്പോസ്തലനും മോശയും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും പഠിച്ചാൽ ഒരാൾ എഴുതിയത് പോലെ തോന്നും. 2 പുസ്തകത്തിനകത്തും 2 വിഷയങ്ങൾ നന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരാള് എഴുതിയത് പോലെ തോന്നും, പക്ഷേ ഈ എഴുതിയ 2 പേരും തമ്മിൽ കണ്ടിട്ടുമില്ല. പക്ഷെ ഒരാൾ എഴുതിയതായിട്ട് തോന്നാൻ കാരണം 2 പേരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധമാണ്. നമ്മളെല്ലാം പല കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാ, പല ചുറ്റുപാടിൽ ജീവിച്ചവരാ. പക്ഷെ ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്ന ആത്മാവ് ഒരാത്മാവ്. വ്യത്യാസം കാണും, അവർ കൊണ്ട് വ്യത്യാസം കാണും, പുതുമ സേവന കൊണ്ടൊക്കെ വ്യത്യാസം വരും. പക്ഷെ വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ 40 എഴുത്തുകാര്, അതില് പുതിയ നിയമം 8 എഴുത്തുകാരാണ് എഴുതിയത്. 8 പേര്. ആ 8 പേരില് 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാര് 4 പേര്. ഒന്ന് പറഞ്ഞു
പൗലോസ്, പിന്നെ ഞാനിപ്പോ ഇത് പുസ്തകത്തെ പറ്റി പറഞ്ഞപ്പോ ആദ്യം നിങ്ങൾ ചിന്തിച്ചു, ഓ ഇതൊക്കെയാണോ പറയുന്നത്? അത് തന്നെ അറിയാമെന്ന് ഇതിന്റെ ആദ്യ പാഠം പുസ്തകക്രമം ഞാൻ തുടങ്ങിയപ്പോഴേ നിങ്ങൾ ചിലർ ചിന്തിച്ചു, ഓ ഇതാണോ? അത് തന്നെ ഇപ്പൊ തെറ്റി. പുള്ളി അപ്പൊ തന്നെ പറഞ്ഞു തന്നെ. നാല് പേര് അപ്പോസ്തലന്മാര്, 4 പേര് അപ്പോസ്തലന്മാരല്ല. ഈ 4 പേര്: 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. ഈ 4 പേരാണ് അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. 1 മർക്കോസ്, 2 ലൂക്കോസ്, 3 യാക്കോബ്, 4 യൂദ. ഇവര് 4 പേരും അപ്പോസ്തലന്മാരല്ല. എന്നാൽ അവര് 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, സന്തത സഹചാരികളായിട്ട്. 1 ലൂക്കോസും 2 മർക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും ശുശ്രൂഷയിൽ വ്യാപൃതരായിട്ട് വളരെ സന്തത സഹചാരികളായി. അപ്പൊ ഈ 4 പേര് അപ്പോസ്തലന്മാര്. ഈ 4 പേരും എഴുതിയത് സുവിശേഷമാണ്. ഓർപ്പിച്ചല്ലോ, സുവിശേഷം യേശു ക്രിസ്തു. സുവിശേഷത്തിന്റെ വിശേഷതകളാണ് 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 നിലയിലായി ഇവർ എഴുതിയത്. ഉന്നം 4 നിലയിലാണ്. മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. ലൂക്കോസ് യവനായർ ജാതികളെ ഉദ്ദേശിച്ചാണ് എഴുതി. മർക്കോസ് റോമാക്കാരെ ഉദ്ദേശിച്ചെഴുതി. യോഹന്നാൻ ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി. എഴുത്തിന്റെ ശൈലിയും പ്രയോഗവും രീതിയും കാണുമ്പോൾ അറിയാം. മത്തായി എഴുതിയത് യഹൂദന്മാരെ ഉദ്ദേശിച്ച. യഹൂദന്മാർക്ക് പാരമ്പര്യം ഇഷ്ടമാണ്. വിശേഷിച്ച് അബ്രഹാമിൽ തുടങ്ങുന്നത് വളരെ ഇഷ്ടമാണ് അവർക്ക്. അബ്രഹാം ഞങ്ങളുടെ പിതാവാന്ന് പറയുന്നത്, കൂടെ പറയുന്നതും അത് കൂടെ കേൾക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണ്. നമ്മളുടെ ചില ആൾക്കാർക്ക് കൂടെ കേൾക്കുന്നത് ഇഷ്ടമാണ്. തോമാശ്ലീഹ 52 വന്നെന്ന് അത് കേൾക്കുന്നത് ചിലക്കങ്ങ് അന്നാലും ഉറങ്ങിയിരുന്ന ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ കണ്ണ് കാണിക്കുകയൊക്കെ ചെയ്യും. 52 തോമാശ്ലീഹ വന്നെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ചിലർക്ക് ഇഷ്ടമാണ്. ഈ ചിങ്ങവനം, കലിശ്ശേരി, കോട്ടയം അങ്ങോട്ട് അവർക്കൊക്കെ ജ്ഞായിത്വം വന്നെന്ന് പറയുന്നത് ഇഷ്ടമാണ്. 345 72 കുടുംബം സിറിയയിലെ ഉറകായിന്ന് കപ്പലിൽ വന്നെന്ന് കൂടെ പറയുന്നത് അവർക്ക് വലിയ സന്തോഷം. ഞാൻ ഒരു സമയത്ത് ശുശ്രൂഷിച്ചപ്പോൾ അവര് കൂടുതൽ ആൾക്കാർ ആ സഭയിലുള്ളവരെ വചനം പറഞ്ഞിട്ടൊന്നും ഒരു സന്തോഷമോ ചൈതന്യമില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് സന്ദർഭം വന്നപ്പം 2 ശീല് പാട്ട് പാടിയപ്പോൾ എല്ലാം ചൈതന്യമായില്ല. അവർ വന്ന ചരിത്രത്തെ പറ്റി ഒരു പാട്ടുണ്ട്, പഴയ നാടൻ പാട്ട്. ആ പാട്ടിന്റെ 2 ശീലി ഞാൻ പാടി. അന്നേരം ഭയങ്കര സന്തോഷവും യോഗം കഴിഞ്ഞ് എല്ലാവരും വന്ന് കൈ തരികയും. അതുപോലെ വചനം പറഞ്ഞിട്ടൊന്നും ഒരു താല്പര്യവും. അങ്ങനെയുള്ള കക്ഷികളുണ്ട്. അപ്പൊ യഹൂദന്മാർക്ക് ഈ പാരമ്പര്യം വലിയ ഇഷ്ടമാണ്. വിശേഷിച്ച് അബ്രഹാമിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് മത്തായി എഴുതിയപ്പോൾ തുടങ്ങി അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി. വായിച്ചേ, 1:1 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇവർക്ക് വംശാവലി വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മത്തായി വംശാവലി അങ്ങോട്ട് നിരത്തി. വായിച്ചേ. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയുടെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സേനകിനെ ജനിപ്പിച്ചു. അടുത്തത് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു. ആരാം അമീനാമിനെ ജനിപ്പിച്ചു. അമീനാം നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ ഷൺമോനെ ജനിപ്പിച്ചു. ഷൺമോൻ ഓബദിനെ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ഇങ്ങനെ ജനിപ്പിച്ചു. അവരുടെ പാരമ്പര്യം ഇവർക്ക് ഇഷ്ടമാണ്. അപ്പൊ അവര് ഇത് കാണുമ്പം നമ്മുടെ ആൾക്കാരുടെ കാര്യമാണെന്ന് പറയും. നമ്മുടെ ഈ
ഈ നൂറ്റാണ്ടിലെ ചില ആൾക്കാർ പറഞ്ഞു നമ്മുടെ ആൾക്കാരുടെ പേര് ബൈബിളിൽ ഇല്ലെന്ന്, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന്. നമ്മുടെ ആൾക്കാരുടെ പേര് ബൈബിളിൽ, ഈ ബൈബിൾ എഴുതിയേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആൾക്കാരുടെ എല്ലാം പേരെഴുതാനല്ല. ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാവരുടെയും പേരെഴുതുന്ന പുസ്തകമല്ല ബൈബിൾ. അതാദ്യം പഠിക്കണം. ഈ ഭൂമിയിൽ ജീവിച്ച മുഴുവൻ ആൾക്കാരുടെയും പേരെഴുതി വെക്കുന്ന പുസ്തകമല്ല ബൈബിൾ. ബൈബിൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിഞ്ഞവന്റെയും ദൈവ വഴി വിട്ടവന്റെയും ചരിത്രം എഴുതി വെച്ചിരിക്കുക. അതിൽ വിശേഷമായിട്ട് ദൈവത്തെ അറിഞ്ഞവന്റെ ചരിത്രത്തിനാണ് പ്രാധാന്യം. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ ഭജിക്കുന്നവന്റെ ചരിത്രത്തിനായി ഇതിനകത്ത് പ്രാധാന്യം. അതിന് തെളിവാണ് ആറാം മുതല് ഇങ്ങോട്ട് തലമുറ അബ്രഹാമിന്റെ ചരിത്രം വരെ നിങ്ങളൊന്ന് പഠിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ്. എല്ലാവരുടെയും ചരിത്രം ഇതിനകത്ത് എഴുതിയിട്ടില്ല, എഴുതാൻ ഒക്കത്തില്ല. അവരുടെ എല്ലാം പേരെഴുതിയ പുസ്തകം ഇത്രയും പോലുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ജീവിച്ചേ. നോഹയുടെ കാലത്ത് എത്രയോ എണ്ണം മുങ്ങിച്ചത്തത്, വെള്ളം കുടിക്കാത്തത്, അതിന്റെ എല്ലാം പേരെഴുതാൻ പറ്റുമോ? അപ്പൊ ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാവരുടെയും പേരെഴുതുന്ന പുസ്തകമായിരുന്നു. ഈ പുസ്തകത്തിന്റെ വിശേഷത സത്യദൈവത്തെ ഭജിക്കുന്ന, ആരാധിക്കുന്ന, സേവിക്കുന്ന, സ്നേഹിക്കുന്നവന്റെ പേരിന് പ്രാധാന്യം. നിങ്ങൾ പിണങ്ങും എന്നാലും കുഴപ്പമില്ല, സഭയ്ക്കകത്തും അവർക്കായിരിക്കണം പ്രാധാന്യം. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവർക്ക് മുൻഗണന. ഞാൻ വിഷയം വിട്ടുപോകുന്നത് എങ്കിലും ഇടയ്ക്ക് കയറി പറയാം. നിങ്ങൾ വചനമൊക്കെ ഗ്രഹിക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ ഇത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ 12 മക്കളുണ്ട് യാക്കോബിന്. മൂത്തവൻ രൂബൻ, രണ്ടാമത്തവൻ ശിമിയോൻ, മൂന്നാമത്തവൻ ലേവി, നാലാമത്തവൻ യഹൂദ. രൂബനാണ് മൂത്തത്. പക്ഷേ കാലം കഴിഞ്ഞ് വന്നപ്പോൾ യഹൂദയാ പ്രബലനായി തീർന്നത്. അവിടെ 5:2 വായിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5:2. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ മൂത്തവൻ രൂബേന, അവൻ പ്രബലനായില്ല. തൊട്ടടുത്ത് നിൽക്കുന്നവൻ ശിമയി, അവനും പ്രബലനായില്ല. ലേവിയും പ്രബലനായില്ല. പക്ഷെ പ്രബലനായതായ യഹൂദയാ. അറിയാമല്ലോ കാരണം എന്നാണ്? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്തുതി. യാക്കോബിന്റെ ലേയാനും കൂടി 4ാമത് ജനിച്ച കുട്ടിയായി യഹൂദ. ആ 30-ാം അധ്യായത്തിന്റെ നേരെ മേളിൽ 29-ന്റെ ഒടുവിലത്തെ വാക്യമായത് 30-ന് നേരെ മേളിൽ കിടപ്പുണ്ട്. വായില് ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. അല്പം കൂടെ ചേർത്തൊന്ന് വായിച്ചേ. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേര്. അല്ലെന്ന് അല്പം കൂടെ മുൻപോട്ട് കയറ്റി ആ വിഷയം ഒന്ന് പൂർത്തീകരിച്ചു വായിച്ചേ. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും. സ്തുതിക്കും ഇവിടെ ആണ് എഴുതി വെച്ചേക്കുന്നത്. അവിടെ അല്ലേ വായിക്കാൻ അങ്ങോട്ട് നോക്കി. അവൾ പറഞ്ഞു, അതുകൊണ്ട് അവന് യഹൂദ എന്ന് പേരിട്ടു. അപ്പൊ യാക്കോബിന്റെ ലേയായി കൂടി 4ാമത് ജനിച്ച കുട്ടിയാണ് യഹൂദ. 4ാമത് യഹൂദയെ പ്രസവിച്ചപ്പോൾ ലേയ പറയുക, ഞാൻ ഇനിയും യഹോവയെ സ്തുതിക്കും. വാക്കിന്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. അടുത്തിരിക്കുന്നവര് സ്തുതിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമാണ്. അടുത്തിരിക്കുന്നവൻ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അത് അവനും ദൈവവും കൂടെ തീർത്തു. ഞാനും നിങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹൂദയുടെ വാക്കിന്റെ അർത്ഥം തന്നെ സ്തുതിക്കുന്ന. ഞാൻ ആ ഭാഗം പ്രസംഗിക്കുന്നില്ല. യഹൂദ പ്രബലനായി. അതിന് 1-ാമത്തെ കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന. 2, ഈ സഹോദരങ്ങൾക്ക് വേണ്ടി വളരെ കരുതലും ഉത്തരവാദിത്വമുള്ളവനാണ്. ബെന്യാമീനെ യാക്കോബ് വിടാതിരുന്നപ്പോൾ യഹൂദ കയറി അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ബെന്യാമീനെ വിട്, അവന് വേണ്ടി ഞാൻ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനാണ്. കുടുംബത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പലരുണ്ട്. ദൈവം തന്നെ അറിയുന്നുണ്ട്, കൈവിടത്തില്ല. സഭയുടെ
ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നയാൾ. ചിലര് ഞായറാഴ്ച വരുന്നതേ ഉള്ളൂ, യാതൊരു ഉത്തരവാദിത്വം. ഇങ്ങനെ വരിക, കസാര ഇട്ടിട്ടുണ്ട്, ഒരു കസാര നിറച്ചിരിക്കുക, അവിടെ ഇരുന്നോണ്ട് തന്നെ കാണിക്കും വെള്ളം കൊണ്ടുവരാൻ. എന്നാ ചെന്ന് എടുത്ത് കുടിക്കുവോ? അടുത്തിരിക്കുന്ന പുള്ളിക്ക് ഒന്ന് കൊടുക്കുവോ? ചിലർ ഒരാൾ വന്നാൽ പോലും എഴുന്നേറ്റ് കൊടുക്കുകയല്ല, അന്നേരം മുണ്ടിയിരിക്കുമ്പോൾ ഇരിക്കും, കണ്ണടച്ചു. കണ്ണു തുറന്നാലല്ലേ ചിലപ്പോൾ മാറി കൊടുക്കണമെന്ന് പറയുമോ അല്ലെ ചെയ്യുമോ ചെയ്യണ്ട. ഇതെല്ലാം വിളച്ചില്ല കൂടുതൽ. ഒരു സഭ നടത്തുമ്പം പാസ്റ്ററോട് ചെന്ന് ചോദിക്കണം, എങ്ങനെയാ ഉപവാസ പ്രാർത്ഥന 21 എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഉത്തരവാദിത്തമുള്ളവരുടെ ലക്ഷണമാണ്. അതിഥികളെയൊക്കെ വിളിച്ചിട്ടുണ്ടോ? എങ്ങനെ അവരുടെ കാര്യങ്ങള്? നിങ്ങൾ എല്ലാവരും മോശക്കാരാണെന്നല്ല പറഞ്ഞ് വെറുതെ വന്ന് മെനക്കെട്ടിരുന്ന് പോകുന്ന ആൾ ചുമ്മാ അങ്ങ് കൈയടിക്കുക. ചുമ്മാ ഇരുന്ന് കൈയടിച്ചാലൊന്നും കാര്യം നടക്കുകയില്ല. അന്തരീക്ഷം എല്ലാം പോകും. അത് പറയാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പാസ്റ്ററോട് ചോദിക്കാനൊക്കത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയോട് ചോദിക്കണം, എങ്ങനെയാ ദൈവദാസി കാര്യങ്ങൾ? എന്നാ ഞങ്ങളുടെ ഇത്ര ഉണ്ട്. അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് പാസ്റ്റേഴ്സിനെയോ ദൈവദാസന്മാരെയൊക്കെ വിളിക്കുമല്ലോ, ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ കൊടുക്കാം. എല്ലാവരും ഉപവാസമാണല്ലോ. ഉത്തരവാദിത്തം വേണ്ടല്ലോ. മിണ്ടുന്നില്ല. വേണം. ചുമ്മാ വന്ന് മറുഭാഷ പറഞ്ഞേച്ച് മേമ്പോട്ടിക്ക് പൊട്ടിച്ചാൽ ഇട്ട വായി മറിച്ച് തിരിച്ചു പോകുന്നതാണ്. ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്കും പാവ മേടിക്കുക, കസേര ഇറങ്ങുക. എപ്പോഴാ നിർത്തണ്ട? ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചതല്ല, നിങ്ങൾ പറയുമ്പോൾ നിർത്താം. ഉത്തരവാദിത്തം വേണ്ടേ? വേണം. വീടിനെ പറ്റി ഉത്തരവാദിത്തം വേണം. വിശേഷിച്ച് സഹോദരന്മാർക്കും എല്ലാവർക്കും സഹോദരിമാർക്കും. പേരും സ്ഥലമൊന്നും പറഞ്ഞൊരു സഹോദരനുണ്ട്, 3-4 കൂട്ടുകാരുമായിട്ട് വന്നു വെച്ച് തിണ്ണയിലിരുന്ന അകത്തോട്ട് പോലും കയറുന്നില്ല. അവന്റെ വീടാ. കയറി അവളോട് ചോദിക്കണ്ടേ, എന്തുകൊണ്ട് കാപ്പി ഉണ്ടോ, കാപ്പിപ്പൊടി ഉണ്ടോ, പഞ്ചസാര ഉണ്ടോ? ചോദിക്കുകയില്ല. തിണ്ണയിൽ ഇരുന്നിട്ട് പറയാ, മോളി കാപ്പി. ഒരിക്കലും പറഞ്ഞു അരിവ എടുത്തോണ്ട് വരാൻ. അവളെവിടെ കിട്ടുന്ന അരിവ അകത്ത് കിടക്കുന്നത് എപ്പോഴാണ് പെടുക അരിവ കൊണ്ടുവരാൻ? എന്നാ അരിവ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവൻ അകത്തോട്ട് കയറി ഒന്ന് ചോദിക്കണ്ടേ ഉണ്ടോ എന്ന്. താമസം മതി, പെട്ടെന്ന് കൊണ്ടുവരാൻ. യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പൊ താമസിച്ചപ്പോ എനിക്ക് മനസ്സിലായി പരുവക്കേടാണ്. നമുക്ക് വളരെ അടുപ്പമുള്ളൊരു വീടാ, ആ സഹോദരിയുടെ വീടുമായിട്ടും അടുപ്പമുണ്ട്. ഞാന് പലരുടെ അകത്തോട്ട് ചെന്ന് ചോദിച്ചു, അരിവാണ് 4-ാം നാള് അരിക്കിലും അരിവാൻ മേടിച്ച് അത് രാത്രി തന്നെ പുള്ളി തന്നെ രാത്രി ഞാൻ ഇവിടെ ചെന്ന് അരിവ ഉണ്ടാക്കാൻ നാണം ചെയ്ത് പോവാൻ അവരുടെ മുമ്പിൽ എന്നോട് പറഞ്ഞ് ഞാൻ കൊടുക്കാത്തവളായില്ലേ? ഇങ്ങനെ യാതൊരു വീണ്ടും വിചാരമില്ലാത്ത ആൾക്കാർ ഉണ്ട്. അപ്പൊ വീടാന്തേലും സമയാന്തേലും നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്ന നിന്നെ ദൈവം തന്നെ കൈപിടിക്കും. യഹൂദയെ ദൈവം പ്രബലനാക്കി. ഒരു കാര്യം പറയാം, ആരാധനയിലും ആത്മീക വിഷയത്തിൽ വളരെ താല്പര്യത്തോടെ ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ സന്തതിയെയും ദൈവം മറക്കത്തില്ല. ദൈവം മറക്കത്തില്ല. വിഷയം അതല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാരം വിട്ടേക്കാം. കഴിഞ്ഞ ദിവസവും ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ വളരെ സന്തോഷമായി. അവകാശ ദേശത്ത് കാലുകുത്തിയപ്പോൾ ആദ്യം അവകാശം കിട്ടിയതും യഹൂദാഗോത്രത്തിന്. ഏറ്റവും കൂടുതൽ അവകാശ സ്ഥലം കിട്ടിയതും യഹൂദന്. ഞാൻ ഇങ്ങനെ നമ്പർ എടുത്ത് നോക്കുമ്പോൾ 112 പട്ടണം കൊടുത്തു. മറ്റവർക്ക് അതിന്റെ പകുതി പോലും കൊടുത്തില്ല. അവൾ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആത്മീയ ഉത്തരവാദിത്തമുള്ള നിന്നെ ദൈവം മറക്കത്തില്ല. ദൈവം നിന്നെ ഓർക്കും. അത് നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകം ഓർപ്പിച്ചല്ലോ. 8 പേര് എഴുതി, 4 അപ്പോസ്തലന്മാർ. അതില് മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചെഴുതി, ലൂക്കോസ് യവനായരെ ജാതികളെ ഉദ്ദേശിച്ചെഴുതി,
മർക്കോസ് റോമക്കാരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. യോഹന്നാൻ ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇനി മർക്കോസിന്റെ സുവിശേഷം 5:36 നമ്മൾ വായിച്ചത്. ഈ സുവിശേഷങ്ങളിലെ വളരെ കുറച്ച് അധ്യായമാണ് മർക്കോസിന്റെ സുവിശേഷം. എത്ര അധ്യായമുണ്ട് നോക്കാതെ പറ. 16. മത്തായി എത്രയുണ്ട് നോക്കാതെ പറ. 28. ലൂക്കോസ് എത്രയുണ്ട് നോക്കാതെ പറ. 24. യോഹന്നാൻ എത്രയുണ്ട്? ഒന്നാരും കൊണ്ടുപോയി അവിടെ. എന്നാൽ ഇത്ര പേരായി ഉച്ചക്ക് ഒപ്പിക്കത്തില്ല. മത്തായി 28 അധ്യായവും മർക്കോസ് 16 അധ്യായവും ലൂക്കോസ് 24 അധ്യായവും യോഹന്നാൻ 21 അധ്യായം. അപ്പോൾ വളരെ കുറച്ച് അധ്യായമാണ് ഈ മർക്കോസിന്റെ സുവിശേഷം, 16 അധ്യായം. കാരണം മർക്കോസ് എല്ലാം ചടിചടിചടാന്നാ പറഞ്ഞേക്കുന്നത്. നാടൻ ഭാഷ പറഞ്ഞാൽ വലിച്ചു വാരിയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് റോമൻ ഗവൺമെന്റ് റോമാക്കാരെ ഉദ്ദേശിച്ച് റോമാക്കാരുടെ ഒരു പ്രത്യേകത. നാടൻ ഭാഷ പറഞ്ഞ ഈ കണ്ടമാനം പരത്തി പറയുന്ന ഇഷ്ടമല്ല. ഒത്തിരി വലിച്ചു വാരി നീട്ടി പറയുന്നത് ഷോർട്ടായിട്ട് പറയുന്നതാണ്. ഇപ്പൊ ഉദാഹരണം, കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി തീർന്നു. അതേസമയം നമ്മുടെ ചില ആൾക്കാർ അങ്ങനെയാണോ ചെല്ലി പറയുന്നത്? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കറക്കവും. കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഈ പനിയുടെ വിഷയത്താൽ വളരെ പാടുപെട്ടു. BSM പോയി എങ്കിലും യാതൊരു കുറവും. BSM എന്നല്ലേ ഇവിടുത്തെ ആശുപത്രി? പിന്നെ ഈ സുകുമാരപ്പിള്ള മെമ്മോറിയൽ അങ്ങനല്ലേ ഫുൾ ഇരിക്കട്ടെ. അപ്പൊ ഇത് നിന്ന് കറങ്ങി പറയത്ര സമയം എടുക്കുമെന്ന് അറിയാം. അതിന്റെ പാസ്റ്റർ ഇന്ന് പ്രൈസ്തലോട്. അപ്പൊ ഈ തല പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് ഇരിക്കാനുള്ള സിഗ്നൽ തന്നത് ആ പ്രൈസ്തലോട് ഇരുന്നോ, അല്ലാതെ വരുമല്ലോ പറയാൻ പറ്റുമോ? പ്രൈസ്തലോടല്ലേ പറയാൻ പറ്റുള്ളൂ. സ്തോത്രം അല്ലാതെ അനാവശ്യം വല്ലോ പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്തോത്രവും പ്രൈസ്തലോടും പറയുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടല്ല, സമയം പോയി പെട്ടെന്ന് അല്ല അവിടെ ഇരിക്കുന്ന യോഗം കഴിഞ്ഞാണ്ട് മുക്കിന് പോയി നിന്നാന്ന് പറഞ്ഞേക്കണം. വേണേ ഒരു മൈക്കൂടെ ഒപ്പിച്ചു തരാം. ഇതിന്റെ ആശയം അതാണ്. ഈ വെളിവുകൾ ചിലർക്കില്ല. അപ്പോൾ മർക്കോസ് വളരെ ചടികിടാന്ന കാര്യം ഷോർട്ടായിട്ട് പറയണം, അതും സ്റ്റാൻഡേർഡ് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം പഠിച്ചാൽ ഇങ്ങനെ ഒരു പദമുണ്ട്, ഉടനെ. ഉടനെ ഏതാണ്ട് 49 പ്രാവശ്യത്തോളം ഉണ്ട്. ഉടനെ 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 ഉടനെ. എല്ലാം ചടികിടാന്നായിരിക്കണം. ഉടനെ കുഷ്ഠം മാറി, ഉടനെ കണ്ടു തുറന്നു, ഉടനെ പടയിൽ കയറി, ഉടനെ സൗഖ്യമായി, ഉടനെ 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 ഉള്ള പദം മലയാള ഭാഷയിൽ പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം വേഗത്തിൽ വേഗത്തിൽ. ഞാനൊരു കാര്യം പറയാം, ദൈവമക്കൾ ഇത് രണ്ടും ശീലിക്കണം. ദീർഘമായി പ്രാർത്ഥിക്കാൻ ശീലിക്കണം ഒറ്റയ്ക്കിരിക്കുമ്പോ, ചുരുക്കമായി പ്രാർത്ഥിക്കാൻ ശീലിക്കണം സഭ കൂടുമ്പോ. അതെല്ലാം നമ്മൾ ശീലിച്ചെടുക്കണം. ഈ പുസ്തകത്തിൽ അങ്ങനെ വായിക്കാം, അമ്മമാര് പെൺപിള്ളേരെ ചില കാര്യം ശീലിപ്പിക്കണമെന്ന് അങ്ങനൊരു പദമുണ്ട്. വായിച്ചിട്ടില്ലേ? അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കേണ്ടത്. അങ്ങനെ എഴുതിയത് വായിച്ചിട്ടുണ്ടോ? അതൊന്നും വായിക്കുകയല്ല. അമ്മമാര് പെൺപിള്ളേരെ ഒരു 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. വായിച്ചേ കണ്ട തീത്തോസ് 2:1 മുതൽ വായിച്ചു. അപ്പൊ കാര്യം കുറച്ചുകൂടെ ഗ്രഹിക്കാം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവമുള്ളവരും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയുള്ളവരും ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര ജോലി ഏഷിന് പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാതിരിക്കുന്നവരും ദൈവത്തിന്റെ വചനം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ശ്രദ്ധിച്ചോണം. അമ്മമാര്, വൃദ്ധ സ്ത്രീകൾ, അമ്മമാര്, യൗവനക്കാരത്തി പെൺപിള്ളേരെ മനസ്സിലാകാനായി ഭാഷ പറഞ്ഞേ. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. അതെന്തുവാണ് എഴുതിയിരിക്കുക? 1 ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധവും പാതിവൃത്യവും വീട്ടുകാരി നോക്കുന്നവരും ദയയുള്ളവരും ശീലിപ്പിക്കേണ്ടവർ. അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. ഈ കൊച്ചു പെൺപിള്ളേരെ 119 സങ്കീർത്തനം കാണാതെ പഠിപ്പിച്ച് സമ്മാനം വാങ്ങി
ഷോർട്ട് കേസിൽ വെക്കുന്നത് നല്ലതാ. അതിന് ഉപരി ഈ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. 7 കൂട്ടം കാര്യം. ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധമുള്ളവരും മാനവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാരുടെ കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ഇതൊക്കെ ശീലിപ്പിക്കണം. അത് ഞാനത് പറഞ്ഞെന്റെ വീട്ടിൽ ഒന്നും തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാൻ ശീലിച്ചിരിക്കണം. സന്ദർഭോചിതമായി പ്രാർത്ഥിക്കാൻ പഠിക്കണം, ചുരുക്കമായി പ്രാർത്ഥിക്കാൻ പഠിക്കണം, ദീർഘമായി പ്രാർത്ഥിക്കാൻ പഠിക്കണം, വിഷയാധിഷ്ഠിതമായി പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇതെല്ലാം നമ്മൾ ശീലിച്ചിരിക്കണം. അത് ആ ഭാഗം വിടുക. അവൾ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ വിശേഷത എല്ലാം വേഗത്തിൽ ഉടനെ ദൈവത്തിന്റെ ഭാഗത്താണ്. അത് നമ്മള് 5-ാം അധ്യായത്തിന്റെ 36-ാമത്തെ തിരുവെഴുത്താണല്ലോ വായിച്ചത്. സമയം പോകുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് വേഗത്തിൽ വരാം. ഇതിന്റെ പശ്ചാത്തല ഭാഗം നമുക്കറിയാം. യേശു ക്രിസ്തു പള്ളിപ്രമാണിയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കാൻ പോവുക, അവിടെ വിടുവിക്കാനായിട്ട് പോവുക. പള്ളിപ്രമാണിയുടെ മകൾ, പള്ളിപ്രമാണിയുടെ പേര് യായിറോസ്. പെൺകുട്ടിയുടെ പേര് അവിടെ എഴുതിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ കുഞ്ഞോളെന്നാ വിളിക്കുന്നത്, കുഞ്ഞുമോള്. കാരണം അവിടെ ഒരു പദമുള്ളത് കൊണ്ട് കുഞ്ഞുമകൾ എന്നൊരു പ്രയോഗമുണ്ട്. ഞാൻ കുഞ്ഞുമോളെ തന്നെ ഇട്ടതാ. ഇവിടെ കുഞ്ഞുമോള് വല്ലോണ്ട് ഞങ്ങൾക്ക് ക്ഷമിക്കണം. അപ്പം യായിറോസിന്റെ മകളാ കുഞ്ഞുമോള്. കുഞ്ഞുമോൾക്ക് എത്ര വയസ്സുണ്ട്? ഉറക്കെ പറ. 12 വയസ്സ്. ആണേ. അപ്പൊ 12 വയസ്സുള്ള ഈ പെൺകുട്ടി. അപ്പൊ യേശു ക്രിസ്തു അതിന്റെ പുറകിലെത്തിയ അധ്യായം പഠിച്ചാൽ രാവിലെ മുതല് വൈകുന്നേരം വരെ യേശു ക്രിസ്തു വചനം പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ യേശു പറഞ്ഞു നമുക്ക് സന്ധ്യ ആയപ്പോ പറയാം അക്കരയ്ക്കൊന്ന് പോകാം. വായിച്ച 4:35. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അന്ന് സന്ധ്യയ്ക്ക് പുറകിലൊത്ത് മാറ്റാൻ രാവിലെ മുതൽ ഇങ്ങനെ ശുശ്രൂഷകളാണ്. വഴുത രോഗികളാണ് സൗഖ്യമാക്കുന്നു, നാനാവ്യാധികളാലും ബാധകളാലും വലിഞ്ഞവര്, മുട്ടത്തര്, കുരുടര്, ഊമര് എല്ലാവർക്കും സൗഖ്യം. വന്നവർക്കെല്ലാം വിടുതല. ഒന്നും ഒറ്റ സൗഖ്യമാക്കുകയല്ലേ യേശു. ഇന്നത്തെ രോഗശാന്തി പരപ്രാപ്തന്മാര് പലരും ഒന്നും ഒറ്റയൊക്കെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ തിരിച്ച് ഇടത്തെ കാലം ഞൊണ്ടി വന്നത് വലത്തെ കാലം ഞൊണ്ടി ആയിരിക്കും. രോഗശാന്തി ഇല്ലെന്നില്ല, രോഗശാന്തി അന്നും ഇന്നും കർത്താവിന്റെ വരവ് വരെ ഉണ്ട്. പക്ഷെ ഈ പേര് പറഞ്ഞ ഒത്തിരി പേര് മുതലെടുക്കുന്നുണ്ടെന്നുള്ളതാ അതിന് മറുപക്ഷം. പക്ഷെ ഇന്നും ദൈവം സൗഖ്യമാക്കുന്നു. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ഇടയിലെല്ലാം മിക്കടത്തും കണ്ടുവരുന്നതാ ആരെയും മരിച്ച ഉടനെ കുറെ എണ്ണം വട്ടം എടുത്ത് പ്രാർത്ഥിക്കാം ഉയർക്കാൻ. ഒരെണ്ണം ഉയർത്തുമില്ല. ചുമ്മാ വെളിവില്ലാത്ത ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഒരടക്കത്തിന് ഞാന് പോയി, ഭയങ്കര ആളാ. ഞാന് വണ്ടിയിൽ എവിടെ കുറച്ച് നടന്നു പോകണം, തോടിന്റെ കരയിൽ കൂടെ പോകണം. അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛാന് ഉടനെ പോവോ ഇവിടെ നിൽക്കുമോ? ഞാൻ പറഞ്ഞു എന്നാ ഉടനെ പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ചോദിച്ചു എന്നാ? ഇന്നലെ രാത്രി മുതൽ ഉയർപ്പ് തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി മുതൽ ഉയർപ്പിക്കാമെന്ന്. ഞാൻ ചോദിച്ചു എന്തുവാ? ഒന്നും ആയില്ല, ചെറിയതായിട്ട് നാറ്റമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങ് ഉയർപ്പിക്കുക. പിന്നെ ഞാന് ഒരു പാലമൊക്കെ കയറി നടന്ന് ചെന്നപ്പം പരിവൊക്കെയാണ് കുറെ എണ്ണം മുണ്ടുമൊക്കെ മടക്കി കുത്തി കൈയൊക്കെ തെറുത്ത് നിൽക്കണം. എനിക്ക് നല്ല കൊള്ളാൻ വയ്യ. അതുകൊണ്ട് ഞാൻ കൂടെയുള്ള മുന്നോട്ട് പറഞ്ഞു നമുക്ക് കണ്ടേച്ച് പെട്ടെന്ന് അത് അടിമരിക്കാണെ പറയണം. ഞാൻ ആദ്യക്കാടുമെന്ന് പറയണം. വെള്ളത്തിൽ എനിക്ക് പരിചയമുണ്ട്, കാവാലം ആയതുകൊണ്ട്. അപ്പം വെള്ളത്തിൽ അങ്ങനെ ചെറിയ അടിമരിക്കാണെങ്കിൽ പറഞ്ഞേക്കണേ ഞാൻ വെള്ളത്തിലോട്ട് ചാടിയേക്കാണ് ഞാനും പറയുന്നത്. തല്ലി കൊള്ളാൻ വയ്യാത്തതുകൊണ്ടാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെ ഉയർപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഉയർത്തൊന്നുമില്ല. പരത്തന്മാരെ കൊണ്ടുവന്ന് അടക്കി ഉയർക്കും കാകണം നിൽക്കും. മരിച്ചവൻ ഉയർത്തില്ലേ? ഉയർത്തും, ഉയർത്തിട്ടുമുണ്ട്. നാളെയും ദൈവം അത്ഭുതം ചെയ്യും. പക്ഷെ ഈ കോമാളിത്തരത്തിലൊന്നും ദൈവം കൂട്ടു നിൽക്കുകയാണ്. ഈ ചത്തവരെല്ലാം ഉയർന്നു വരികയാണ്. നിങ്ങളുടെ അമ്മായിയമ്മയെ ഉയർപ്പിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങൾ സമ്മതിക്കുവോ? പറ. അമ്മായിയമ്മയുണ്ടോ?
ഉയർപ്പിച്ചുകൊണ്ട് വരുക, സ്വീകരിക്കാം. അല്ല ഹേരായി. അയ്യോ, നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. മരണം ദൈവം വെച്ച വ്യവസ്ഥയല്ലേ? ദൈവം വെച്ച വ്യവസ്ഥയാ. ദൈവത്തിന്റെ മഹത്വം അത് ആർക്കും മാറ്റാനൊന്നും നോക്കത്തില്ല. എന്നാൽ ചില പ്രത്യേക കേസുകളുണ്ട്. അത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ. ലാസർ മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസമായി. പ്രൈസ് ദി ലോർഡ്. യേശു വന്ന് ഉയർപ്പിച്ചു. അത് ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടുവാനും വചനത്തെ ഉറപ്പിക്കുവാനും യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ. അപ്പൊ അത് കണ്ടോണ്ടാ മരിച്ചവനെല്ലാം നമ്മൾ കുത്തിയിരുന്ന് ഉയർപ്പിച്ച നമുക്ക് ശരിയായ നടപടിയല്ല. അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തുകയും ചെയ്യും. ദൈവം പറഞ്ഞിട്ടാ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാ ആ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ ശുശ്രൂഷ ദൈവം ഉയർപ്പിക്കും. അവിടെ നിന്നും ജീവിക്കുന്ന ദൈവം. അപ്പൊ സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അക്കരയ്ക്ക് പോകാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശു വചനം പറഞ്ഞു. ആർക്കും മടുപ്പൊന്നും. അതാ യേശുവിന്റെ വചന ശുശ്രൂഷയുടെ പ്രത്യേകത. ഒരിടത്തും മടുപ്പ്. നമ്മള് കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ ചിലര് ഞൊട്ട വിടാൻ തുടങ്ങും. ആദ്യം 10 ഞൊട്ട കേൾക്കും, പിന്നെ ഞൊട്ടയില്ല. എന്നാലും കൈ ഇങ്ങനെ. അപ്പൊ എന്നാലും നമ്മളന്ന് നിർത്തുന്നതാ നല്ലത്. ചിലരെ മൂക്കരിക്കുന്ന കണ്ണട മടക്കും എന്ന് പറഞ്ഞാൽ ഇയാളെ പ്രസംഗിച്ചതൊക്കെ മതി, അതായത് സിഗ്നൽ. എന്നാലും നമ്മൾ പിന്നെ നിന്ന് രാത്രി കത്തിക്കുമെന്ന് പറഞ്ഞ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. ചിലര് ബൈബിളിന്റെ സിപ്പ് ഇട്ട് കാണിക്കും. സിപ്പില്ലാതെ ചുമ്മാ ഇങ്ങനെ കറക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ നിർത്താറായെന്ന സഹോദരിമാര് താഴെയിരിക്കുന്ന ബാഗ് ചുമ്മാ എടുത്ത് മടിയിലോട്ട് വെക്കും എന്ന് പറഞ്ഞാൽ പോകാൻ സമയം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അപ്പൊ ഇത് ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചായിരിക്കുന്നത്. അപ്പോൾ എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളുമില്ല. വരുന്നവര് മുഴുവൻ അവിടുത്തെ തിരുവായി കേട്ടോണ്ടിരിക്കുക. കാരണം എന്നെ വായിന്ന് വരുന്നത് മുഴുവൻ ലാവണ്യവാക്കുകളാണ്. അതിന്റെ പള്ളിയിൽ നിന്ന് എല്ലാവരുടെ കണ്ണ് അവങ്കിലേക്ക് മാത്രമാണ്. ഇതുപോലെ സൗന്ദര്യമുള്ളവൻ, ഇതുപോലെ യോഗ്യൻ, ഇതുപോലെ സ്നേഹം, ഇതുപോലെ പുണ്യവൻ, ഇതുപോലെ കഴിവുള്ളവൻ, ഇതുപോലെ മഹത്വമുള്ളവൻ, എന്റെ ഉയരോടെ ചുമപ്പുള്ളവൻ, അവൻ 10,000 സ്നേഹം. ഇരിക്കുന്ന സകല മനുഷ്യന്റെ കണ്ണ് യേശുവിന്. പള്ളിയിലുള്ള എല്ലാവരുടെ കാരണം 10,000 ശ്രേഷ്ഠനാണ്. ശൂലേമിയോട് അതാ ചോദിച്ചത്, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരേക്കാൾ എന്തുവാ വിശേഷം? അവള് പറഞ്ഞു, മുഴുവൻ വിശേഷതയാണ്. 2008 വാക്യം മുതൽ വായിച്ച് 5:8 മുതൽ വായിച്ച് 5:8 മുതൽ 5-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചു. അന്നേരം കുറച്ചുകൂടെ കാര്യം ഗ്രഹിക്കാമല്ലോ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം. അടുത്ത വാക്യം, എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയനും മറ്റു പ്രിയന്മാരെ. ഇവിടെ സ്ത്രീകളിൽ അതിസുന്ദരി ആര്? ഭയങ്കര സൗന്ദര്യമാണ്. 6:10 തോന്നുന്നു വായിച്ചേ. സോറി, തെറ്റുകാണെ ക്ഷമിക്കണം. അത് തന്നെ, അരുണോദയം പോലെ ഇച്ചിരുടെ ശബ്ദത്തിൽ വായിക്കുന്നു. നന്നായിട്ട് വായിക്കുന്നുണ്ട്, ചടയെന്ന് വായിക്കുന്നുണ്ട്. ഇത്ര ശബ്ദം ഉള്ളോ? ഉറക്കെ വായിക്കും. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവർ ഇവർ. ഇതാ അവിടെ സൗന്ദര്യം. ഈ സ്ത്രീ സഭയ്ക്കുന്നില്ല. ഇതൊക്കെ ഓരോ വാക്യങ്ങളും എടുത്ത് വ്യാഖ്യാനിക്കണം. ഈ സ്ത്രീയെ പറ്റി പറയുന്നത്, ഈ പെൺകുട്ടീനെ അവിടെ അമ്മ പ്രസവിച്ച് ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചതാണ്. ശൂലമിയുടെ അമ്മ പ്രസവിച്ചു. ഇവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു. മലയാള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നാരകത്തിന്റെ ചോട്ടിൽ നിന്നാണ്. 8:5 മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാടിക്കൊണ്ട് വരുന്നവരിവളാ. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി.
അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അപ്പൊ നാരകത്തിന്റെ ചുവട്ടിലാണ് പ്രസവിച്ചത്. മലയാളത്തിൽ നാരകത്തിന്റെ ചുവട്ടിൽ, ഇംഗ്ലീഷിൽ ആപ്പിൾ വരെ വന്ന ഇംഗ്ലീഷ് ബൈബിൾ അല്ലേ മോനെ? ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ, ഉച്ചയായില്ലേ? വായിച്ചേ, 8-5 ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്. അത് നല്ലതായിട്ട് വായിക്കുന്നു. ഉത്തമഗീതം 8-5. അവിടെ ആപ്പിൾ വരെ വന്നാണോ നോക്കിക്കേ. എനിക്ക് ഇംഗ്ലീഷ് വലിയ ഭാഷ വന്നല്ലേ, ഇംഗ്ലീഷ് അറിയത്തില്ല. ആപ്പിൾ പ്രിയമാണോ? ആണോ? വായിച്ചു ആപ്പിളൊന്നും കേട്ടാ മതി. അപ്പോൾ മലയാളത്തിൽ നാരകത്തിന്റെ ചുവടെന്ന, ഇംഗ്ലീഷിൽ ആപ്പിളാ. ഇനി അത് പറഞ്ഞ് സഭ രണ്ടാകരുത്. ആപ്പിൾ സഭയും നാരക സഭയും ആയിട്ട് അങ്ങനെയാണല്ലോ സഭയെല്ലാം ഉണ്ടാകുന്നത്. മാസിയോത്തിന് എരിശ്ശേരി സാമ്പാറും വിളമ്പെന്ന് പറഞ്ഞ് 2 സഭയായി. എരിശ്ശേരിക്കാരെല്ലാം കൂടെ ഒരു സഭ, സാമ്പാറെല്ലാം കൂടെ നടന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ സ്ത്രീയെ, ഈ പെൺകുട്ടിയെ പ്രസവിച്ച് നാരകത്തിന്റെ ചുവട്ടിൽ ഇട്ടു. മലയാളത്തിൽ അങ്ങനെ, ആ പടത്തിൽ അങ്ങനെ ആയിക്കോട്ടെ. അതിലെ ആടിനെ തീറ്റി ഇടയ ചെറുക്കൻ കരകിലാകാറായ പെൺകുട്ടിയെ കണ്ട്, ചോരക്കുഞ്ഞിനെ കണ്ടെടുത്ത് ഉമ്മ വെച്ച് മുത്തമിട്ട് വീട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ കൈ കൊടുത്തു. ആ അമ്മ ഇവിടെ വളർത്തി, ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ അമ്മ വളർത്തി. ഇടയ ചെറുക്കൻ മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. ഈ പെൺകുട്ടി ആരാന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളുമാണ്. ആ വീട് ആരാന്ന് ചോദിച്ചാൽ ദൈവസഭയാകുന്ന വീടാണ്. ഒരു പോറ്റമ്മയുടെ കൈ കൊടുത്ത്, പോറ്റമ്മ മറ്റാരുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പെറ്റി അമ്മ ഏതാന്ന് ചോദിച്ചാൽ നേരത്തെ നിന്നടവാ. നേരത്തെ കരുണയൊന്നുമില്ലല്ലോ, പ്രസവിച്ചു പോകുന്നല്ലാതെ. സ്തോത്രം. പിന്നെ അടക്കാൻ ചെല്ലുമ്പോൾ പറയും അതിൽ അടച്ചേച്ച് വേണം. ഏതാ കുടിശ്ശിക അടക്കാൻ ചെല്ലുമ്പോഴേ പള്ളിയിൽ പോയില്ലേലും അവർ പറയും ഞങ്ങളുടെ ഇടവകയിലാണ്. കാരണം അപ്പുറ കാനാനും ഇപ്പുറ മതിലും അതിനിടെ കിടക്കുക കുടിച്ചേച്ച്. അതാ ഇടവക. ഇടവക മാവേലിക്കര ഇടവകയാണ്. ഞാൻ ഞങ്ങളുടെ അച്ഛനെ പണ്ട് കാവാലം തരുന്നതാ. വർഷങ്ങൾക്ക് ശേഷം കണ്ട് ഞാൻ ചോദിച്ചു, അച്ഛൻ ഇപ്പൊ ഏത് ഇടവകയല്ല? പുള്ളി പറഞ്ഞു, ഞാൻ ഇടവകയിൽ വന്നത് ഈ വകയുടെ അല്ല, ഇടയിലാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പള്ളിയിലുള്ള 3-4 പേരും അച്ഛന്റെ കൂടെ ഉണ്ട്. ഞാനിപ്പോ ഇടവകയിലൊന്നും അല്ല, ഈ വകയുടെ അല്ല. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ദുഃഖവാർത്ത, അച്ഛനെ കടന്നുപോയി. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ പോറ്റമ്മ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പെറ്റമ്മ നേരത്തെ നിന്ന ഇടമ. കരുണയൊന്നുമില്ലല്ലോ. കുടിച്ചാലെന്നാ, വന്നാലെന്നാ, നിന്നാലെന്നാ, ഒന്നും ഒരു കരുണയില്ല. ഈ പോറ്റമ്മയാകുന്ന പരിശുദ്ധാത്മാവ് ഈ പെൺകുട്ടിയെ വളർത്തി. കാരണം ഈ വീട് ദൈവസഭയാണ്. ഇതിനകത്ത് ഈ വീട്ടിൽ വന്നപ്പോൾ ഇതിന് ആവശ്യമുള്ളതില്ല ഈ വീട്ടിലുണ്ട്. അറിയാൽ എന്ത് സഹോദരന്മാരെ, 26 കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം. ആകിയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരുടെ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനം, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ കൊടുത്തായി വളർത്തിയത് ഉപദേശവും. അപ്പൊ നല്ല ഉപദേശവും വചനവും പരിജ്ഞാനവും പ്രവചനവും വെളിപ്പാടും ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ ആത്മീക ഭക്ഷണം കൊടുത്ത് വളർത്തിയത് കൊണ്ട് അരുണോദയം പോലെ ശോഭയാണ്, സൂര്യനെ പോലെ നിർമ്മലതയാണ്, കുട്ടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത ഉള്ളവളാണ് ദൈവസഭ. അപ്പൊ ഇങ്ങനെയുള്ള ഈ സഭ അരിമ മണവാളനെ പറ്റി പാടിയും പറഞ്ഞു പുലമ്പിയിരുന്നപ്പോൾ ഈ യെരൂശലേം പുത്രിമാരെല്ലാം വന്ന് ചോദിക്കുക, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തുകൊണ്ട് വിശേഷത? അപ്പോൾ വിശേഷത പറഞ്ഞത് വായില്ല. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷം. അതെ, വിവരിക്കുന്നില്ല. തല മുതല്, എന്റെ ഭാഷ തല മുതൽ നഖം വരെ അങ്ങോട്ട് അംഗപ്രത്യംഗമായി വർണ്ണിച്ച് വിവരിക്കുന്നു. ഞങ്ങൾക്ക് സാധാരണ പഴയ പാട്ടുകളൊക്കെ പാടുന്നതൊന്നും അവകാശപ്പെടുകയല്ല, ചൊല്ലും. അപ്പം അതിന് ഹാർമോണിയം ഒക്കെ വായിക്കുന്ന സഹോദരന്മാർ വെക്കൊണ്ട് അത് ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ബുദ്ധിമുട്ടാണെന്നും അറിയാം, എങ്കിലും പഴയ പാട്ടിന്റെ വരികളാണ് ചൊല്ലുന്നത്. അപ്പം
ഇന്നലെ ഒന്നും പാടുന്നില്ല, ഉപവാസ പ്രാർത്ഥനയാണല്ലോ. എങ്കിലും ഈ സന്ദർഭോചിതമായിട്ട് ഒരു വരി ഇരമ്യൻ തമ്പിയൊക്കെ എഴുതിയ വരികളുണ്ടല്ലോ, അതിനോട് ചേർന്ന് സാറ് ഒരു വരി കൊടുത്തിട്ടുണ്ട്. നല്ലോരി സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ, നല്ലോരി സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ, ആയിരം ഭർത്താളെ നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട്. അപ്പൊ ഈ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് പഠിച്ചാൽ യേശു ക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള സൗന്ദര്യമുള്ള ഒരുത്തൻ ഉലകത്തിൽ വന്നിട്ടുമില്ല, വരത്തുമില്ല. അവൻ ജീസസിന്റെ ഭാഷ പറഞ്ഞാൽ അവനൊപ്പം പറയാനൊരു ആളുമില്ല, അവനെ പോലെ ആരാധനായിരുന്നില്ല. അവനെ ശരണമാക്കുക നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയാകുന്ന ഏകാധിപതിയുടെ രാജാവ് കർത്താതി കർത്താവ് താൻ മാത്രം അമർത്യതയുള്ള സർവജ്ഞനായ ദൈവം. 7 പൊന്തല വിളക്കിന് നടുവിൽ നിധിയങ്ങൾ ധരിച്ച് ചുട്ടുപഴിപ്പിച്ച വെള്ളോടുന്ന സദൃശമായ പാലമുള്ളവനായി 7 നക്ഷത്രം വലങ്ങിൽ പിടിച്ച് അവൻ നടകൊള്ളുന്ന നസ്രായൻ. അവനേക്കാൾ ശ്രേഷ്ഠനായ വേറെ ആരുമില്ല. യേശു ക്രിസ്തു മാത്രമാണ് ശ്രേഷ്ഠൻ. ദൈവത്തിന്റെ മകൻ യോഗ്യനായവൻ, ഉന്നതനായവൻ, മോശയേക്കാൾ വലിയവൻ, സലോമോനേക്കാൾ വലിയവൻ, ദൈവാധിപത്യേക്കാൾ വലിയവൻ, സ്വർഗ്ഗത്തേക്കാൾ വലിയവൻ, എല്ലാവരെക്കാളും വലിയവൻ. അതുകൊണ്ട് പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവങ്ങനെയൊക്കെ. അപ്പം മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് കുറയ്ക്കാൻ അതുപോലെ സൗന്ദര്യമാണ്. ആ മുഖത്തോട്ട് നോക്കി വെച്ച് പേരിശ്ശേരി മത്തായിച്ചന്റെ ഒരിക്കലും ഞാൻ എപ്പോഴും പറയും, ഒരു വരി എഴുതി ഇങ്ങനെ: കോട്ടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവ. കോടി സൂര്യപ്രഭ. ആ മുഖത്തോട്ട് നോക്കിയ സൈമൺ സാർ ഒരു വരി എഴുതി: നിൻമുഖത്ത് നിന്നു തൂകുന്ന മധു പൂരത്തിന് അമ്പേ മുന്നിലയിക്കുന്ന ദിവ്യജ്ഞാനികൾ. ആ മുഖത്തോട്ട് നോക്കുമ്പോ തേൻ എത്തിച്ച് വീടുക. അത്രയ്ക്ക് ശ്രേഷ്ഠനായ യേശു. C.S. മാത്യു നോക്കിയ എഴുതി 10,000 പേരുകളിൽ പരമസുന്ദരൻ. എത്ര പാട്ടുകാരാ എഴുതിയിട്ട് പാടിയിട്ട് ആർത്തി മതി വരുന്നില്ലല്ലോ. അതുപോലെ ശ്രേഷ്ഠനായ യേശു. വായിന്ന് വരുന്നതെല്ലാം ലാവണ്യമാണ്. അതുകൊണ്ട് വരുന്നവർക്കാർക്കും പോകണമെന്നും ഇല്ല. 3 ദിവസമൊക്കെ ഇരുന്ന് ആഗ്രഹിക്കുന്നത്. 3 ദിവസം നമ്മൾ 3 മണിക്കൂർ ആകുമ്പോഴേ അസ്വസ്ഥതയായി. 3 ദിവസമൊക്കെ ഇരുന്ന് കേൾക്കുക. അപ്പോൾ അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം കേട്ടു. സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക്. ഈ അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞപ്പോൾ എന്തിനാ പോകുന്നത് ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. ഈ ശിഷ്യന്മാർക്ക് പല കാര്യവും പിടികിട്ടില്ല. ഇവര് ചുമ്മാ കിടന്ന് ഗ്ലോറി വിറ്ററിയൊക്കെ പറയുന്നതാണ്. ഇതൊന്നും അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. ചുമ്മാ ഈ താറാവ് വെള്ളത്തിൽ വിടുന്നത് പോലെ. ആദ്യം ഒരു താറാവ് പോകുമ്പോൾ പുറകെ വരുന്ന താറാവല്ല. നമ്മൾ നീ എന്തിനാ വെള്ളത്തിൽ തങ്കമ്മ ചാടിയപ്പോ ഞാന് തങ്കമ്മ ചാടുകയും ചെയ്തു, ചിന്നമ്മ പുറകെ നിൽക്കുകയും ചെയ്യുക. അപ്പൊ പിന്നെ ചാടാതെ നമ്മുടെ മിക്കവരുടെയും പോട്ടെ. ഈ പണ്ട് ഒരു സംഭവം നടക്കും. സഭയൊന്നും ഞാൻ പറയുന്നില്ല. ഈ പഴയ അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും അറിയാം. പണ്ടൊക്കെ ഇപ്പോഴല്ലേ കസേര സഭകളിൽ പണ്ടൊക്കെ എല്ലാവരും മുട്ടയിലിരുന്നാ പ്രാർത്ഥിക്കുന്നത്. അപ്പം പ്രാർത്ഥനയുടെ സമയത്ത് മുഴങ്കാലും വരുന്നത് കമന്നങ്ങ് കിടക്കും. മുഴങ്കാലും ഇത് കാല് പുറകോട്ടാക്കി കമന്ന് കിടന്നാ പ്രാർത്ഥിക്കുന്നത് അമ്മമാരൊക്കെ അപ്പന്മാരുമൊക്കെ. അപ്പൊ ഒരു സഭയില് ഒരമ്മ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും കമന്ന് കിടക്കുക. പാസ്റ്ററും പുൽപ്പിറ്റിന്റെ അവിടെ താഴെ കമന്ന് കിടക്കുക. പ്രാർത്ഥനയാണ്. അപ്പം ഈ അമ്മ ഇച്ചിരി കൃപയൊക്കെ അമ്മയാണ്. അപ്പൊ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കൊച്ചു മുട്ടയിലെഴുതി നടക്കുന്ന കുഞ്ഞ് ഇഴഞ്ഞിഴഞ്ഞ് വന്ന് ഈ അമ്മയുടെ ഈ കാലിൻ്റെ ഇവിടെ ഒരു അടി. കുഞ്ഞമ്പല്ല് വരുന്ന സമയമാണ്. അപ്പൊ ഈ പുറകു വശത്ത് ഈ 7 നാടിയായിട്ട് കൊച്ചു കാണിച്ചു. കുഞ്ഞ് പല്ല്
കടിച്ചു പറഞ്ഞപ്പോ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ അമ്മ ഉറക്കാപ്പുറത്ത് അവൻ അമ്മ എല്ലാവരും കമ കരുതി എന്നതാണെന്നും ആരും അലറുകയും എല്ലാവരും ആത്മാവിൽ നടന്നു. അപ്പൊ ജനമെല്ലാം ധരിച്ചത് ഈ പ്രാർത്ഥിക്കുന്ന അമ്മ എന്തോ വെളിപ്പാട് കണ്ട് ഭർഷിക്കുക. അത് ഓർത്ത് എല്ലാവരും ആത്മാവിൽ കടി കൊണ്ട അമ്മയെ ആത്മാവിലായി കടിച്ച കൊച്ച അന്തം വിട്ട് നിൽക്കാം. അപ്പം നമ്മുടെ പലരുടെ കയ്യടി ആരാധനയും ബഹളമൊക്കെ പലരും കഥ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലെന്ന് പറയാൻ ഒരു തെളിവ് തന്നേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്നും ആന്റി സമർത്ഥിച്ചു. പിന്നീട് വിവരങ്ങൾ അറിഞ്ഞപ്പെടാം. യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിനാടി അന്നേരം ശബ്ദം അടുപ്പിച്ച് നടക്കും. പിന്നെ അവര് നോക്കിയപ്പോൾ അവിടെ വന്ന് തീർത്തു. ഇതിനാ അമ്മ ഭൂമിയത്. അപ്പം എല്ലാവരും ഓർത്തത് അമ്മ വെളിപ്പാട് ഏതാണ്ട് കണ്ട്. അപ്പം മിക്കതും ഇങ്ങനെ അത് ഞാൻ പറഞ്ഞു. അപ്പം അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞപ്പോൾ എന്തിനാ പോകുന്നത് ഇവർക്ക് പലർക്കും പിടികിട്ടില്ല. പക്ഷെ യേശുവിനറിയാം എന്തിനാ പോകുന്നത്. കർത്താവ് ഉദ്ദേശമില്ലാതെ എന്നും പോകാറില്ല. ഇന്ന് പകരം ഇവിടെ വന്നിട്ടുണ്ട്, അവിടുത്തെ ഉദ്ദേശമുണ്ട്. ഇന്ന് പകരം നമ്മുടെ നടുവിലുണ്ട്, അവിടുത്തെ ഉദ്ദേശമുണ്ട്. വന്നതായി സാധിപ്പിച്ചല്ലാതെ, വന്നതായി നടത്തിയല്ലാതെ, വന്നതായി നിറവേറ്റിയല്ലാതെ അവിടുത്തെ പോകത്തില്ല. അതുകൊണ്ട് അവർക്ക് കൂലി വന്നിട്ടുണ്ട്. ഇന്ന് പകൽ നേറ്റം വെച്ച വിഷയത്തിൽ കൂലി മറുപടി തരാതെ ആരും വിടുതല തരാതെ പോകത്തില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ അക്കരയ്ക്ക് പോകുന്ന എന്തിനാണ് യേശുവിന് അറിയാം, ഇവർക്ക് അറിയത്തില്ല. എല്ലാവരും ചാടി വള്ളത്തിൽ കയറി യേശുവും വന്ന അവസാനം എന്റെ ചിന്ത ഇവര് നടുപടിയും എല്ലാം പിടിച്ചടക്കി. നമ്മുടെ ആൾക്കാര് സീറ്റ് പിടിക്കാൻ എടുക്കലാണല്ലോ, ഇല്ലേ? അത് ഇപ്പൊ കാണുന്നില്ല. പണ്ടൊക്കെ ബസ് കയറുന്നതിന് മുന്നേ കൊടയോ തുവാലയോ സീറ്റ് പിടിക്കുന്ന കണ്ടിട്ടില്ലേ? വെളിയിൽ നിന്ന് ഇടികൊണ്ട് കയറുന്നോ നോക്കുമ്പോ എല്ലാത്തിനകത്ത് അവനെ അവസാനം കമ്പിയെ പിടിച്ച് നിൽക്കുക. പതുക്കെ മുട്ടായി നിന്നുകൊണ്ട് വരുന്നവൻ കയറി. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ പോലെ സീറ്റ് പിടിക്കാൻ? എന്തിനാ ബസിന്റെ കാര്യം? കല്യാണത്തിന് ചെന്ന ഷട്ടർ തുറന്ന് നമ്മൾ നേരെ എന്ന് സ്വടയും ബായും ഒക്കെ കണ്ടിട്ടില്ലേ? ബായി വെച്ചു നമ്മളെ പഠിക്കാൻ കണ്ടിട്ടില്ലേ? നിങ്ങളാര് കല്യാണത്തിന് പോകും? വലിയ കാര്യം. സീറ്റ് പിടിക്കാൻ നമ്മളെ പോലെ മിടുക്കല് വേറെ ആരുമില്ല. അപ്പൊ ഇവര് ഈ വളത്തെ കയറി സീറ്റും എല്ലാം പിടിച്ചു. സഭയിലും പ്രത്യേക സീറ്റ് അവിടെ. സഭയിലും അങ്ങനെ. നമ്മുടെ അതിൽ പുതുതായിട്ട് വന്ന് ഞാൻ തമാശ പറഞ്ഞു. ഞങ്ങൾക്കൊരു ചെറിയ കൂട്ടായ്മ തിരുവല്ലായിട്ടുണ്ട്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നേരത്തെ വരുന്നവർ കയറിയിരുന്നോണം. ഇവിടെ ആർക്കും പ്രത്യേക സീറ്റൊന്നുമില്ല. ദൈവദാസന്മാർക്ക് അവിടെ പ്രത്യേക സീറ്റുണ്ട്. കാരണം അവർ ശുശ്രൂഷകൾ ചെയ്യേണ്ടവരായതുകൊണ്ട്. അതാണ്, ആർക്കും പ്രത്യേക സീറ്റില്ല. നേരത്തെ വരുന്നവര് കയറിയിരുന്നോണം. നീ താമസിച്ചത് വന്നേച്ച് നേരത്തെ വന്നവനെ എഴുന്നേപ്പിച്ച് മാറ്റിയേച്ച് നീ കൊച്ചപ്പനും കളിക്കരുത്. അത് എന്റെ വീട്ടിലൊരു കസാര ഇട്ടേക്കണം. അവിടെ ആരും കയറിയിരിക്കുകയാണ്. അത് കൂടെ തോന്നുമ്പോൾ അങ്ങോട്ട് കയറി ഇരുന്നോടെ എഴുന്നേൽപ്പിക്കുന്നു. സഭയെ വന്ന് സഭ ദൈവത്തിൻ്റെതാണ്. ഇവിടെ എല്ലാവരെയും യേശുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങിയാണ്. ഒരമ്മയുണ്ടായിരുന്നു, ചില കാശുകാരി അമ്മ, ചില പിടിപ്പൊക്കെ ഉള്ള അമ്മ. ഞാൻ സ്റ്റേജിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. നമ്മുടെ ഒരു പെൺകുട്ടി ദൈവദാസന്റെ മകൻ, അവിടെ കസേരിക്കാൻ തള്ള ചില കാശുമൊക്കെ ഉള്ള പാലുമൊക്കെ തൂക്കി കയറി അവിടെ എഴുന്നേൽപ്പിച്ചു. അവിടെ പോയി ആ കൊച്ചു പാവം ആയതുകൊണ്ട് അത് ഞാൻ അവിടെ നിന്ന് അന്നാലും ഞാൻ ഇറങ്ങിച്ചെന്നേച്ച് തള്ളയുടെ വായെടുത്ത് അങ്ങോട്ട് അവിടെ മര്യാദയ്ക്കിരിക്കാം. കൊച്ചിനോട് പറഞ്ഞു വാടി എന്ന് പറഞ്ഞു ഇവിടെ വന്നിരിക്കാം. അന്ന് തള്ളയുടെ സൂക്കേട് ഞാൻ ചെയ്തല്ലോ. അതിൽ പിന്നെ തള്ളക്ക് എന്ത് മര്യാദയായിരുന്നു. വളരെ വിനയമായിട്ട് എന്നെ പറ്റി ബഹുമാനവും എനിക്കും ബഹുമാനമാണ്. ആവശ്യമില്ലാത്ത കണ്ടാൽ കാശുണ്ടെങ്കിൽ കയ്യിരിക്കണം, ബാങ്കിലിട്ടോണം. സഭയ്ക്കകത്ത് ഇറങ്ങരുത്. ഇവിടെ കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും, കളറുള്ളവൻ കാണും, കളറില്ലാത്തവൻ കാണും, കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും, കുടുംബ ശ്രേഷ്ഠതയുള്ളവൻ കാണും, ശ്രേഷ്ഠത കുറഞ്ഞവൻ കാണും. പക്ഷെ എല്ലാം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ
വിഷയമുള്ളവരുണ്ട്, അവർക്ക് നമ്മൾ പരിഗണന കൊടുക്കും. ശങ്കാവിഷയമുള്ളവർക്ക് ആ വിധത്തിൽ ക്രമീകരണങ്ങളിലേക്കും. രോഗികളുണ്ട്, ചിലർക്ക് ഫാന്റെ കാറ്റ് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അതൊക്കെ നമുക്കറിയാമല്ലോ, അറിയാം. അല്ലാതെ ആരും ആള് കളിക്കരുത്, സഭയാണ്. അപ്പൊ എന്തായാലും കൊള്ള യേശുക്രിസ്തു പറഞ്ഞപ്പോ സീറ്റില്ല. കർത്താവ് അതുകൊണ്ട് തലയണം വെച്ച അമരത്ത് സീറ്റില്ലെന്നുള്ളതായിരിക്കാം ഒരു വിഷയം. പക്ഷെ അമരത്ത് തല വെക്കാൻ ഒരു കാരണവും കൂടെ ഉണ്ട്. അപ്പോസ്തലരുടെ വാക്യം നിങ്ങൾക്കറിയാം, അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞെന്ന എന്ന് പറഞ്ഞാൽ കാറ്റ് കയറി പിടിക്കുന്ന സ്ഥലം അമരമാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയാം, ഈ പടക് അക്കരക്ക് ചെല്ലുന്നതിന് മുമ്പായി പിശാച് കാറ്റടിപ്പിക്കും. അങ്ങനെ കാറ്റ് ചുറ്റി അടിച്ചാൽ ആദ്യം കാറ്റ് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലം അമരമാണ്. അമരമാ തകർന്നു പോകാൻ പെട്ടെന്ന് സാധ്യതയുള്ള ഇടം. ആ തകർന്നു പോകേണ്ട സ്ഥാനം യേശു ഏറ്റെടുത്തു. നിന്റെ തകർച്ച യേശു ഏറ്റെടുത്തു. നിന്റെ തകർന്ന അനുഭവങ്ങളെ യേശു ഏറ്റെടുത്തു. നിന്റെ തകർച്ചകളെ നിന്റെ യേശു മാറ്റിത്തരും. നിന്റെ പെരുകളെ നിന്റെ യേശു മാറ്റിത്തരും. നീ നശിച്ചു പോകാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഏറ്റടിച്ച് സന്തോഷത്തെ ഉദിപ്പിക്കുന്ന ദൈവം, നിന്റെ വിലാപത്തെ ദുരിതമാക്കി തീർപ്പിക്കുന്ന ദൈവം, നിന്റെ രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, നീ നമ്മുടെ ദൈവം. വലിയൊരു പടകിൽ യാത്രാക്കലിലയ കടലിൽ, വലിയൊരു പടകിൽ യാത്രാക്കലിലയ കടലിൽ കർത്തനേശു അമരത്തിരുന്നു. നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. അപ്പൊ യേശു തലകണ വെച്ച് അമരത്ത് കിടന്നു ഉറങ്ങുക. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. അല്പം കഴിഞ്ഞപ്പോ കാറ്റും കോടും ശക്തമായി, തിരമാല ഉയർന്ന് പടക് ആടി ഉലഞ്ഞു. പടക് മുങ്ങി മൂന്നുമാറായപ്പോൾ കർത്താവിനെ ഉണർത്തി. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, വ്യാഖ്യാനിക്കണ്ട. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും അടങ്ങാൻ പറഞ്ഞു. ഈ കാറ്റ് പിശാചടിപ്പിച്ച കാറ്റാണ്. എല്ലാ കാറ്റും പ്രകൃതിയുടെ പ്രതിഭാസത്താൽ വരുന്നതല്ല, ചിലത് സാത്താൻ അടിപ്പിക്കുന്നതാണ്. ഞാൻ പറയാറുണ്ട്, ഈ രോഗവുമുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗം ചികിത്സിച്ചാൽ ഭേദമാകും, ബന്ധനം ഒന്നും ചികിത്സിച്ചാൽ ഭേദമാകും. അതില്ല ചെല്ലപ്പെടുന്നത് എവിടെല്ലാം കൊണ്ടുപോയി എന്നതാണ് ഇതുവരെ അത് ബന്ധനമാണ്. രോഗം സ്കാനിംഗ് മെഷീനിൽ തെളിയും, രോഗബന്ധനം തെളിയുന്ന ഒരു മെഷീനും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, രോഗം ചികിത്സിച്ച ഭേദമാകും, രോഗബന്ധനം ദൈവത്തെ ആരാധിക്കുമെന്നാണ്. സങ്കീർത്തനക്കാരെ പാടിയിരിക്കുന്ന നീന്റെ ബന്ധനങ്ങളെ അത് രോഗബന്ധനവും ദൈവം അഴിക്കും, മരണനാശത്തിനും ദൈവം അഴിച്ചു തരും, സകല കെട്ടുകളും ദൈവം പൊട്ടിക്കും. ഈ കാറ്റ് പിശാചടിപ്പിച്ച കാറ്റ്. കാരണം അക്കരെ ചെന്നാൽ ഒരുവൻ വിടുതൽ പ്രാപിക്കും, അതിന് വിരുദ്ധമായി എടുപ്പിച്ച കാറ്റ. കർത്താവ് അക്കരെ ചെന്നു, ഗഗനദേശത്ത് ഭൂതഗ്രസ്തന് ദൈവം വിടുതൽ കൊടുത്തു. തിരിച്ചു വരുന്ന വേളയിൽ ഒരാൾ വന്ന് പറയാ, ഗുരു, പള്ളിപ്രമാണിയുടെ മകള് മരിക്കാറായി, ദീനമാണ്, ഗുരു വന്നൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങനെ പോകുന്ന വേളയിൽ ആ 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങെടുത്തു. ക്ഷണത്തിൽ അവൾക്കും സൗഖ്യം. ഈ വിടുതൽ
വിടുതൽ നടന്നതിന് ശേഷം മുൻപോട്ട് പോകുമ്പോൾ ഒരുത്തൻ ഓടി വന്ന് പറയാം, ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. അവനാ ബാല മരിച്ചു. ഈ യായിറോസിന്റെ മകൻ മരിച്ചു. ഇനി ഗുരു വന്നിട്ട് കാര്യമല്ല, ഗുരുവിനെ എന്തിനാ വെറുതെ അസഹ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തിരിച്ചു പറഞ്ഞ മറുപടിയാണ് നമ്മുടെ കുറുമാറ്റം. യേശു ആ വാക്ക് കാര്യമാക്കി. ഏത് വാക്കാന്ന് ചോദിച്ചാൽ അവൾ മരിച്ചു പോയി, ഇനി രക്ഷപ്പെടത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മരിച്ചതും മരിച്ചു, എന്നാൽ യേശു ആ വാക്ക് കാര്യമാക്കി. ഇന്ന് പകൽ ഒരു ചെറിയ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവമക്കളെ, ചില കാര്യങ്ങളൊന്നും വാക്കുകളൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതുണ്ട്. കാര്യമാക്കേണ്ടത് രക്ഷിക്കപ്പെടണം, അത് കാര്യമാക്കണം. സ്നാനപ്പെടണം, അത് കാര്യമാക്കണം. അഭിഷേകം പ്രാപിക്കണം, അത് കാര്യമാക്കണം. വേർപാട് പാലിക്കണം, അത് കാര്യമാക്കണം. ദൈവത്തെ ആരാധിക്കണം, അത് കാര്യമാക്കണം. തിരുമേശ എടുക്കണം, അത് കാര്യമാക്കണം. ഇതൊക്കെ കാര്യമാക്കേണ്ട വിഷയമാണ്. എന്നാൽ ചില വിഷയങ്ങൾ ദൈവമക്കൾ കാര്യമാക്കരുത്. നമ്മളെ തകർക്കുവാൻ, തളർത്തിക്കളയുവാൻ, മടിപ്പിക്കുവാൻ, മനസ്സ് മടിപ്പിക്കുവാൻ പല വാക്കുകളും പല വിഷയങ്ങളും ശത്രു കൊണ്ടുവരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില വാക്കുകളൊന്നും കാര്യമാക്കണം. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. നമുക്കെതിരെ, കുടുംബത്തിനെതിരെ, നിനക്കെതിരെ അവൻ പലതും പറയുമ്പോൾ അത് കാര്യമാക്കണം. ഞാൻ പെന്തിക്കോസിൽ വന്നപ്പോ ഞങ്ങളുടെ വിഭാഗം പറഞ്ഞു, ഇയാൾ മുടിക്ക് പോകുകയുണ്ടെന്ന്. ഞാനത് കാര്യമാക്കിയില്ല. ഏതായാലും 35 കൊല്ലമായി ഇതുവരെ മുടിഞ്ഞില്ല, ഇനി മുടിയത്തുമില്ല. അത് കാര്യമാക്കുമായിരുന്നല്ലോ. സ്തോത്രം. നിങ്ങളോടും എനിക്കിതാ പറയാനുള്ളത്. നിങ്ങൾ പെന്തിക്കോസിൽ സത്യദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ ചാർച്ചക്കാരും കുടുംബക്കാരും ഒക്കെ പറയും, അവൻ സ്തോത്രം രക്ഷപ്പെടുകയല്ല. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അവൻ നമ്മുടെ രക്ഷകനെ സ്വീകരിച്ചിരിക്കണം. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. ആവശ്യമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവമക്കൾ അത് കാര്യമാക്കരുത്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. 1:15 എപ്പം നിർത്തണം? എപ്പോ വേണമെങ്കിലും ഞാൻ നിർത്താം. മറ്റൊരാൾ പറഞ്ഞ അച്ഛനാകാനും പെണ്ണ് കെട്ടാനും താല്പര്യമാണെന്ന് പറഞ്ഞതുപോലെ 1:30 നിർത്തണോ, 1:45 നിർത്തണോ, 2 നിർത്തണോ? നിങ്ങൾ പറ. പാസ്റ്റൊന്നും പറയുന്നില്ല. എന്നോട് പറഞ്ഞു സ്തോത്രം. ദൈവത്തിന്റെ അല്പസമയം കൂടെ ചിന്തിക്കാം. വൈകിട്ടും യോഗം ഉണ്ടല്ലോ ഇവിടെ. ഞാനില്ല, പകലോടില്ലോ. ഇച്ചിരി തന്നെ കൂടി ഇരിക്കട്ടെ. എന്താ കുഴപ്പമില്ലല്ലോ. ഇടയ്ക്ക് വായി എടുക്കുന്ന തന്നെ ഞാൻ കണ്ടു. വെള്ളം കുടിക്കാനാണ്. പ്രസംഗം തുടങ്ങിയില്ല, അതിനു മുന്നേ വെള്ളം കുടിയായി. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ആ വാക്ക് കാര്യമാക്കി. എന്തുവാ? മരിച്ചു പോയത്. മരിച്ചുപോയി, നശിച്ചുപോയി, ഇനി രക്ഷപ്പെടത്തില്ലെന്നൊക്കെ ഡോക്ടർമാർ ചിലപ്പോ പറഞ്ഞെന്ന് വരാം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആരാന്നറിയാമോ? ജീവനായകനാ. അവിടുന്ന് രക്ഷാനായകനാ. അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനാ. അതുകൊണ്ട് ഇന്ന് പകരം അതൊന്നും കാര്യമാക്കരുത്. ജീവനായകന്റെ വീട്ടിൽ വന്നെങ്കിൽ നീ വേറൊന്നും കാര്യമാക്കണം. ജീവനായകന് നീ രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ വേറൊന്നും നീ കാര്യമാക്കണ്ട. ജീവനായകന്റെ രക്ഷകനാണെങ്കിൽ നീ വേറൊന്നും കാര്യമാക്കണ്ട. ജീവനായകന് നീ ഹൃദയം കൊടുത്തെങ്കിൽ വേറൊന്നും കാര്യമാക്കണ്ട. ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം. ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ, അധികളൊഴിച്ചെന്നെ കാക്കുന്നവൻ. ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ, നീതിമാനിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ
ജീവനായകനേ. Praise the Lord. ഇന്ന് പകൽ വേളയിൽ ജീവനായകൻ നിന്റെ വീട്ടിൽ വന്നിരിക്കുക. അതുകൊണ്ട് മരിച്ചു പോയെന്നുള്ളതൊന്നും കാര്യമാണ്, അവൻ ഉയർപ്പിക്കും. Praise the Lord. ഒന്ന് രണ്ട് തിരുവെഴുത്തുകൾ കാര്യമാക്കരുത്, അതിനോട് അനുബന്ധിച്ച് വായിച്ച് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമായിരുന്നു. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ഇതൊന്നും കാര്യമാണ്. പരമം പുറകെ വരിക, വെറുതെ വരികയല്ല, കോറാനിൽ വെച്ചതെല്ലാം പറഞ്ഞോണ്ടാണ് വരുന്നത്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരെ പൂർത്തീകരിക്കും. പിന്നെ ഞാൻ എന്റെ വാളുകൂടും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും. ഇത് എന്ന് ശത്രു പറയുക. ദൈവങ്ങളൊരു കാര്യമാണ്. സഭ തുടങ്ങാൻ അനുവദിക്കത്തില്ല. ഇനി ഒരെണ്ണം ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് വരികയില്ല. ചുണയുണ്ടേ ഒരെണ്ണത്തിന്, ഇനി ഒരെണ്ണത്തിന് നിന്ന് മുക്കാവോ? സ്തോത്രം. സഭ പൊളിക്കും. ഇനി ഇവിടെ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല. ഇനി ഇവിടെ ശബ്ദമെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ അനുവദിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരാണ്. പള്ളിയെല്ലാം പൊളിക്കും. ഞങ്ങളുടെ ഭരണം ഒന്ന് വന്നോട്ടെ, ഇതൊന്നും കേട്ട് നമ്മുടെ കാര്യമാക്കരുത്. എടാ, ഉന്നതന് മീതെ ഉന്നതൻ, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നുണ്ട്. രാജാക്കന്മാരെ വാഴിക്കുന്നവനും നീക്കുന്നവനും ദൈവമാണ്. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. അതുപോലെ രാജാക്കന്മാർ, ഭരണതന്ത്രജ്ഞന്മാർ, ഭരണകർത്താക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദൈവമക്കൾ അത് കാര്യമാക്കരുത്. പെന്തിക്കോസുകാർക്ക് തന്നെ, പല ക്രിസ്ത്യാനികൾക്ക് തന്നെ വെപ്രാണമാണ്. അയ്യോ, BJP ആണോ ഇനിയും ഭരിക്കുന്നത്? ഭരിക്കട്ടെ, തന്നെ ഭരിക്കട്ടെ. കേന്ദ്രം ഇനിയും നരേന്ദ്രമോദി ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ. അതല്ല രാഹുൽ ഗാന്ധി കയറുന്നെങ്കിൽ കയറട്ടെ. കേരളം ഇപ്പോൾ 10 കൊല്ലമായിട്ട് പത്താവുന്നു. പിണറായി വിജയൻ അവർ ഭരിക്കുന്നു. ഇനി ഒരു 5-10 കൊല്ലം പുള്ളി ഭരിക്കുന്നേ ഭരിക്കട്ടെ. അതല്ല സതീശൻ കയറുന്നേ അല്ല ചെന്നിത്തല, നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ അവലിക്കുന്നില്ലേ? ചെന്നിത്തല കയറുന്നെങ്കിൽ കയറട്ടെ. അതല്ല നമ്മൾ ഓർക്കാപ്പുറത്തിന് PC ജോർജ് കയറുന്നെങ്കിൽ അത് നടക്കുമെന്നാണ് ഇങ്ങനെ പറയാം. നമുക്കറിയത്തില്ല. ഇവിടെ കേരളം ആര് വേണേലും ഭരിക്കട്ടെ, ഇന്ത്യ ആര് വേണേലും. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്നറിയോ? ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. വേറെ കാര്യമൊന്നും നമ്മളെ ഇലക്ഷൻ ബൂത്തിൽ പോയിരിക്കാനും വോട്ട് പിടിക്കാനും ചിഹ്നമായിട്ട് നടക്കാനും കൈപ്പത്തി അരിവാളും ചുറ്റിയായിട്ട് നടക്കാനൊന്നും നിന്നെ വിളിച്ചിട്ടില്ല. സഭയ്ക്കകത്ത് വരുന്നവരിന്ന് പ്രാർത്ഥിക്കണം. ഒരു പമ്മി ഇരിക്കുക, സഭായം മുടക്കി ബൂത്തിന്റെ അവിടെ പോയി എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആര് ഭരിച്ചാലും ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇത് നിയന്ത്രിക്കും. ആര് ഭരിക്കണമെന്നും, എത്ര വർഷം ഭരിക്കണമെന്നും, മേൽമതത്തിൽ ഭരിക്കണമെന്നും, എങ്ങനെ ഭരിക്കണമെന്നും നിയന്ത്രിക്കുന്നവൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവമാണ്. ദൈവം നന്നായി ചെയ്യും. അപ്പോൾ ഭരണകർത്താക്കൾ അതും ഇതും പറയുമ്പോൾ ദൈവമക്കൾ അതൊന്നും കാര്യമാക്കരുത്. ഇനി വീട്ടു പ്രാർത്ഥന നടത്തിക്കത്തില്ല, മൈക്ക് വെക്കാൻ അനുവദിക്കത്തില്ല, പൊതു സ്ഥലത്ത് സ്നാന ശുശ്രൂഷ, അതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാ ഇറങ്ങുന്നത്? ഇവിടുത്തെ പശ്ചാത്തലഭാഗം അറിയാമല്ലോ. പറവോന് സൈന്യവും പുറകെ വരിക. പറവോന് സൈന്യവും വരുന്നത് വളരെ കണക്കിലാണ് വരുന്നത്. സെലക്ട് ചെയ്ത 600 ഇരുമ്പ് രഥങ്ങള് 14-8 തോന്നുന്നു. 20 വായിച്ചേ, 6 വായിച്ചേ, 14-6. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും. വിശേഷപ്പെട്ട 600 രഥങ്ങൾ അതുമായിട്ടാണ് വരുന്നത്. വിശേഷപ്പെട്ട
600 രഥങ്ങൾ. പിന്നെ മിസ്രയീമിലെ സകല രഥങ്ങളെ പിന്നെ മിസ്രയീമിലെ സകല രഥവും അടിച്ചു തൂത്ത് വരിക. അവയ്ക്ക് വേണ്ടുന്ന തേരാളികളും കൂട്ടി യഹോവ മിസ്രയീം രാജാവ് ഇവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടാണ് ഉള്ളിലേക്ക് വരുന്നത്. ഇസ്രായേൽ മക്കൾക്ക് പുറകെ സെലക്ട് ചെയ്ത 600, പിന്നെ മുഴുവൻ രഥങ്ങളും തേരാളികള് എന്ന് പറയാ സകല രതിപ്രവരന്മാരെയും സകല രഥങ്ങളെയും കെട്ടിച്ചവൻ ഇറങ്ങിയിരിക്കുക. അങ്ങനെ പുറകെ വരുന്ന ഇവൻ പറയാ, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശയം അവരാൽ പൂർത്തീകരിക്കും, ഞാൻ എന്റെ വാഴൂരും എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് പരമവും പുറകെ വരുമ്പോൾ ദൈവമക്കൾ അത് കാര്യമാക്കണം. ഇവന്റെ രഥങ്ങൾ കണ്ട് ദൈവമക്കൾ ഇളകരുത്. ഇവന്റെ ഗതിപ്രവരന്മാരെ കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. ഇവന്റെ വാളും വില്ലും കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. യുദ്ധം യഹോവയ്ക്കുള്ളതാ, യുദ്ധം ദൈവത്തിനുള്ളതാ. ഈ വാക്കുവാടി കഴിയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവമാണെങ്കിൽ യുദ്ധം കഴിയും. ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം കഴിയും. നമുക്ക് വേണ്ടി യുദ്ധം കഴിയുന്ന ധൈര്യമുണ്ട്. നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ധൈര്യമുണ്ട്. വേറെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ട് വായിച്ചേ. സീസറയുമായുള്ള യുദ്ധം. ശങ്കരൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിൽ അപ്പോൾ അനാഥപുത്രനായ ശങ്കരൻ നാളിലും യായേലിൻ കാലത്ത് പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേൽക്കുന്ന വരെ ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേൽക്കുന്ന ആൾ വരെ നായകന്മാർ ഇസ്രായേലി അശേഷമില്ല നൂതനന്മാരെ വരിച്ചു. ഗോപുരദ്വാരെ നിങ്ങൾ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന് 40,000 മധ്യ പരിചയമില്ലോ ഉന്തവുമില്ല. അടുത്ത വാക്യം താഴോട്ട് പഠിച്ചു വരുമ്പോൾ യുദ്ധത്തിന് ആരൊക്കെ വന്നു ആരൊക്കെ പോകില്ലെന്ന 13 മുതൽ വായിച്ചേ. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിട്ടവും പടജനവും എനിക്കാട്ട് ഇറങ്ങുമെന്ന് വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കാട്ട് ഇറങ്ങുമെന്ന്. അടുത്ത വാക്യം. എബ്രാഹിമിൽ നിന്നാണ് അമാലേക്കിൽ വേരുള്ളവരെ ബെന്യാമീൻ എന്ന ജനസമൂഹത്തിൽ നിന്ന് അധികന്മാരെന്നും സുബിലൂൺ നായക ദണ്ഡധാരികളും വന്നു. രൂപേന്റെ നീർച്ചാലികൾക്കെതിരെ കനവേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടുകൂട്ടങ്ങൾക്കരികെ കുടിലൂത്ത് കിടക്കുവാൻ നീ തൊടുത്തുകൾക്കിടയിൽ താമസിച്ച് കിടക്കുന്നത് രൂപേന്റെ നീർച്ചാലികൾക്കെതിരെ കനവേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ഗിലെയാദ് യോർദാൻ അങ്ങനെ പാർത്തു. താൻ കപ്പലുകൾക്ക് അരികെ പാർത്തു. താൻ വഴിയിൽ വായിച്ചു. ആശേർ സമുദ്രത്തിൽ അനങ്ങാതിരുന്നു. അടുത്ത വാക്യം. തുറമുഖങ്ങൾക്കകത്ത് സെബൂലൂൻ പ്രാണനെ തെളിച്ച ജനൻ നഫ്താലി പോർക്കളവടികളിൽ തന്നെ രാജാക്കന്മാർ വന്നു പൊഴുതി. ദാനാക്കിൽ വെച്ച് മെഴുത്തോ വെള്ളത്തിനെ വെള്ളി അങ്ങവർക്ക് കൊള്ളയായി തീർന്നു. പിന്നെ ആകാശ നക്ഷത്രങ്ങൾ പൊഴുതി അവർ സീസരമായി സുഗതികളിൽ പൊഴുതി. അടുത്ത വാക്യം. ഈശോത്തോട് പുരാതനെന്ന് ഞാൻ ഈശോത്തോട് തള്ളി അവരെ ഒഴുകിക്കൊണ്ടുപോയി. എൻ മനമേ നീ ബലത്തോടെ അന്ന് വൽവിധത്താൽ ശൂരവൽവിധത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടന ചെയ്യുന്ന എല്ലാ ഇടത്തിൽ വ്യാഖ്യാനിക്കുന്നവർ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആരൊക്കെ വന്നു ആരൊക്കെ പോയില്ല ആരൊക്കെ ചെയ്തു ആരൊക്കെ ചെയ്തില്ലെന്ന് എഴുതിയ കൂട്ടത്തിൽ എഴുതിയിരിക്കുക. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ചരിത്രം എടുത്തു പറയേണ്ടതാ. സെബുലൂന്റെയും നഫ്താലിയുടെയും 10,000 പേരും ദെബോരയും ബാരാക്കും കൂടെ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വരും. നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഭൈരവരെ ആരാധിക്കുന്ന ദൈവം നിങ്ങളോട് പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വരും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം, നമുക്ക് വേണ്ടി വിടുതലയിക്കുന്ന ദൈവം. ഇവൻ സെലക്ട് ചെയ്ത 600 രഥങ്ങളെ കെട്ടിച്ചു വരുക. 600 സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ഇവന് 600 രഥങ്ങൾ, സീസരയ്ക്ക് 900, പറവോട് 600 സെലക്ട് ചെയ്യുന്നത്. സീസരയ്ക്ക് 900 വരുന്നത് ആർക്കെതിരെയാ? ഇസ്രായേലിനെതിരെയാ വരുന്നെങ്കിലും ശരിയാ. എങ്കിലും ശരിക്കും പഠിച്ചാൽ ദൈവത്തിനെതിരെയായി.
പുസ്തകത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി 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 രഥങ്ങളും 1000 രഥങ്ങളും ഉള്ള ദൈവത്തിനെതിരെ 600 തൊള്ളവരുമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറങ്ങും. നിങ്ങൾ ഈ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇവര് പുറകെ വന്ന് പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. ഇസ്രായേൽ മക്കളുടെ തല പൊക്കി നോക്കിയപ്പോ ഫറവോന്റെ സൈന്യം വരുന്നു. ഇവരാകെ വെപ്രാളം. ഇവർക്ക് പിന്നെ ഈ മിസ്രൈമിൽ ഇവര് പോകണമെങ്കിലും പിണങ്ങരുത്. ഈ മിസ്രൈമിൽ ഇവര് ശരീരം കൊണ്ട് പോകുന്നെങ്കിലും ഹൃദയത്തിൽ നിന്ന് മിസ്രൈം പോയിട്ടില്ല. ഒരു വാക്യം വായിച്ചോക്കെ പിന്നെ എന്റെ ഓങ്ങായിക്ക് പിടിക്കുകയല്ല. വാക്യം ആകുമ്പോ പിന്നെ അതോടെ ഒതുങ്ങിക്കൊള്ളുമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 7:38 വായന. അപ്പോസ്തല പ്രവൃത്തി 7:38. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവരെ നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച ലോകം തന്നെ. അടുത്ത വാക്യം, നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ശ്രദ്ധിക്കണേ, അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. ശരീരം കൊണ്ട് മിസ്രൈം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രൈമില്ല. അയന അതാ ഇപ്പോഴും മിസ്രൈമിലെ പല കാര്യവും നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ അനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നമ്മൾ അത് ആചരിക്കുന്നവരുണ്ട്. പിണങ്ങാതിരിക്കാൻ ഞാൻ കുറച്ച് കാര്യം പറയാം. പിണങ്ങുമോ? ഇല്ല, അതറിഞ്ഞാണ് അവിടെ കൊണ്ടാണ് പോകരുത്. നമ്മളീ വന്ന് കൈയടിച്ച് പാട്ട് പാടി ആത്മാവിൽ നിറയുന്നെങ്കിൽ ആരുമല്ല, മിക്കവരും ഇപ്പോഴും പഴയതൊക്കെ ഇപ്പോഴും ആചരിക്കുന്നവരുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ഇപ്പോഴും വീട് വെക്കാൻ സ്ഥാനം കണ്ട് വീട് വെക്കുന്ന ആൾക്കാരുണ്ട്, പ്രാർത്ഥിക്കുന്നവർ തന്നെ. പക്ഷേ ആശാരി പറഞ്ഞത് ഇവിടെ തന്നെ നോട്ടം കൊണ്ട് മാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരു ബന്ധുക്കോസുകാരന്റെ വീടിന് കല്ലിടാൻ ഞാനിവിടെ പോയപ്പോൾ അവന് 1 രൂപ തൊട്ടും കൂടെ അതിനകത്ത് വെച്ചു. ഞാൻ ചോദിച്ചാൽ പുള്ളി പറഞ്ഞായിരുന്നു വെക്കണം. പക്ഷെ ആ വീട്ടിൽ താമസിക്കാൻ ഒത്തില്ല. ആള് ചത്തുപോയില്ല, വീട് വിട്ട് വെച്ച് പോകേണ്ടി വന്നു. 1 രൂപ വെച്ചിട്ട് വല്ല ഗുണമായോ? ഇപ്പോഴും നല്ല ആൾക്കാരുണ്ട്. പുതിയ വീട് വെക്കുമ്പോ പാല് കാച്ചുന്ന ആൾക്കാരുണ്ട്. അഗ്നിദേവിക്ക് കൊടുക്കുന്നതാണ്. അഗ്നിദേവി അതിപ്പോഴും ആചരിക്കുന്നവരാണ്. ഇച്ചിരി പാല് മാസവും കൊണ്ട് കൊടുത്ത് മാസം എല്ലാവരുടെ കാര്യമല്ല, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചെല്ലി പറഞ്ഞത് കേട്ടില്ലോ, തന്നമ്മേ നമ്മളൊരു സഭയിലേക്കാ, പക്ഷെ സന്ധ്യ കഴിഞ്ഞതിലെ വെള്ളം പോയിട്ടുണ്ട്. അതാ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രമില്ല. സന്ധ്യ കഴിഞ്ഞ് തുണി കല്ലേ തല്ലി, പിന്നെ കല്ലല്ല തലയിലാണ്. ഇപ്പോഴും ഇതൊക്കെ ആചരിക്കുന്നവരുണ്ടെന്ന് ഉണ്ട്. കഴിച്ചാൽ നാളെ രാവിലെ മോനെ വീട്ടിലോട്ടൊന്ന് വിട്ടേക്കണം, രാവിലെ വിടണം. എന്തുവാ ഒന്നാം തീയതി ആ കൊച്ച കഴിഞ്ഞ മാസം വന്നപ്പോഴും നല്ലതായി. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് മാസ്റ്റർമാര് തന്നെ ഉണ്ടല്ലോ വണ്ടിയുടെ നമ്പർ നോക്കി എടുക്കുന്നവര്. 3, 2, 5 സണ്ണിക്ക് അങ്ങനെയുള്ളവര് അറിയത്തില്ലേ? എനിക്കും അറിയാം, പറയണ്ട. ഇപ്പോഴും നമ്പർ നോക്കുക ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. 2 സഹോദരിമാര് തമ്മിൽ സംസാരിക്കും. എന്റെ മേരിക്കുട്ടി ഞാൻ പറഞ്ഞത് സത്യമാണ്. കണ്ടോ? ഏതാ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഞാൻ കള്ളൊന്നും പറഞ്ഞത്. രാവിലെ പ്രാർത്ഥിക്കാതെ തന്നെ മുഖം കഴിച്ച് പറയാം, ചായ ഇന്ന് വിരുന്നുകാരുണ്ടെന്നാ എന്നാ. അതാ ഞാൻ പറഞ്ഞ ഹൃദയം കൊണ്ട് ഇപ്പോഴും വിശ്രമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യത്തിന് മുമ്പ് പുറകു വിളിക്കരുത്. ഇപ്പോഴത് പറയുന്നത് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ചിലറങ്ങി കഴിഞ്ഞ ആ മോളിക്കുട്ടി ആ വാച്ചിഞ്ഞുകൊണ്ട് പോലും അതിനാ പുറകു തിരിച്ചു. ഇതൊക്കെ ആര് പഠിപ്പിച്ചു? ഇതെല്ലാം മിശ്രമിലെയാണ്.
അതാ ഞാൻ പറഞ്ഞ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെന്നേ ഉള്ളു, ഹൃദയം കൊണ്ട് ഇപ്പോൾ ഏതൊരു നല്ല കാലത്തിന് പോയാൽ ഈ നശിച്ച പൂച്ച അന്നേരം എടുത്ത് മോളെ കല്യാണം കഴിഞ്ഞ് വിട്ടു, പ്രഗ്നന്റ് ആയി, തിരിച്ചു കൊണ്ടുവരാം. അത് ഒറ്റ സംഖ്യ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഉണ്ട്. 101 കുഴലപ്പം 100 80 101. ഇതൊക്കെ ഇപ്പോഴും വിടാതെ ആചരിക്കുന്നവരുണ്ടെന്ന് ഒത്തിരിയോ. അതായത് നമ്മുടെ ശരീരം കൊണ്ട് ഇവര് മിശ്രയും വിട്ടെങ്കിൽ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയും. ഇതെല്ലാം ആചരിച്ചതാരാന്ന് ഞാൻ പറഞ്ഞു, സമ്മിശ്രയാനിയ. ഇവരവിടുന്ന് പോകുന്നപ്പോ സമ്മിശ്രയാനിയും കൂടെ ഉണ്ട്. കാരണം കുറച്ച് 100-400 കൊല്ലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് എടുത്തും കൊടുത്തുമെല്ലാം ഈ മിശ്രയിലും എബ്രാഹിലും തമ്മിൽ സംബന്ധം കൂടി. അത് ജനിച്ചതായി സമ്മിശ്രയാനി. പെന്തിക്കോസിൽ വന്നതെല്ലാം ഒന്നും ക്ലിയർ അല്ല, എല്ലാം സമ്മിശ്രയാനി ഒത്തിരി ഉണ്ട്. അവരായി കൊന്ത്രാങ്കൊള്ളിയെല്ലാം ഒപ്പിക്കുന്നത്. അവരായിപ്പോ കൂടുതലും അവരാ. ചോള്ളത് വളരെ കുറവാ. അവര് പറഞ്ഞാവല്ലോ ഏക്കുമോ. നമ്മളെല്ലാം അങ്ങനല്ലേ, ഭൂരിപക്ഷം എവിടാണ്. അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുമ്പോ നീതിന്യായമല്ല നമ്മൾ നോക്കിയത് തന്നെ ഭൂരിപക്ഷം, അതാ. പക്ഷെ പ്രമാണം നോക്കിയാൽ ഭൂരിപക്ഷമല്ല. ഭൂരിപക്ഷം എല്ലാം കാളയുടെ പുറകിൽ നിന്ന് തുള്ളി യാഗം കഴിച്ചപ്പോൾ മോശം ഒറ്റയ്ക്ക് നിന്ന് ചോദിക്കാം, യഹോവയുടെ പക്ഷത്തായിരുന്നുണ്ടോ? ഭൂരിപക്ഷമെല്ലാം കാളയുടെ പുറകില. പക്ഷെ ഞാൻ ന്യൂനപക്ഷമായിട്ട് ഒത്തി ഒരു തന്നിരിക്കുക, ഞാൻ യഹോവയുടെ പക്ഷത്താ. നിങ്ങളിൽ ആരെങ്കിലും യഹോവയുടെ പക്ഷത്തുണ്ടെങ്കിൽ അവരെന്നെ എടുത്ത് വരാൻ പറഞ്ഞു. ദൈവം ഭൂരിപക്ഷമല്ല നോക്കുന്നത്. എപ്പോഴും ന്യൂനപക്ഷത്തിനാ രക്ഷ. 8 പേരെ രക്ഷപ്പെട്ടുള്ളൂ. ഭൂരിപക്ഷം മുഴുവൻ 40 വർഷം പരിഭൂമിയിൽ നടത്തി മുഴുവണ്ണത്തിന് ദൈവം കൊണ്ടു. ഈ ദേശം ഒത്തു നോക്കാൻ ഉപയോഗിച്ചു വന്ന് ദുർവർത്തമാനം പറഞ്ഞു. അപ്പൊ തമ്മിലൊരു വ്യവസ്ഥ വെച്ചു. അങ്ങനെ വെച്ചു. എത്ര ദിവസം കൊണ്ട് ആ ദേശം ഒത്തു നോക്കി വെച്ച് വന്നേ? എന്തേലും ഒന്ന് വാ തുറന്ന് പറഞ്ഞു. എത്ര ദിവസം കൊണ്ട് ആ ദേശം ഒത്തു നോക്കി വെച്ച് വന്നേ? വായിച്ചേ. കാണാതെ എടുക്കാതെ ചുമ്മാ അങ്ങ് പറഞ്ഞാണോ? ഒരു ദിവസത്തിന് 1 വർഷം വെച്ചു 40 വർഷം. ഈ 40 വർഷം കൊണ്ട് ഇറങ്ങിയതിന് മുഴുവൻ മരുഭൂമിയിൽ തീർന്നു. അങ്ങനെ സമ്മിശ്രജാതി മുഴുവൻ ഒടുങ്ങി തീരുന്നത് വരെ. ബൈബിളിൽ മാറ്റമുണ്ട്, മുടിഞ്ഞു തീരുന്നത് വരെ. അങ്ങനെ കൊടുത്തിരുന്നത്. ആവർത്തനം 2:13-14 വായിച്ചേ. ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കിടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നിരിക്കുന്നു. നാം ആദേശമല്ലയിന്ന് പുറപ്പെട്ടത് മുതൽ സേരത്തോട് കിടക്കുമ്പോഴാകാനും 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവയോട് സത്യം ചെയ്തതുപോലെ വാടകത്തിൽ നിന്ന് മുടിഞ്ഞു പോയല്ല, സത്യം ചെയ്തതുപോലെ മുടിഞ്ഞു. എന്തുവാ സത്യം? 95:10 സങ്കീർത്തനം. സത്യം എന്തുവാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 95:10 ആയിരം. 40 ആണ്ടിരിക്കാൻ തലമുറകളുടെ നീരസമുണ്ടായവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള നിലവെന്ന് മറ്റു വഴികളെ അറിഞ്ഞിട്ടില്ലാത്തിരുന്ന് പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഈ സത്യം നിറവേറ്റാൻ ദൈവവരെ മുഴുവണ്ണത്തിനെയും തകർത്ത് കളഞ്ഞു. ദൈവത്തെ വിശ്വാസം വന്നില്ല, ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഈ സമ്മിശ്രയാനം മുഴുവൻ പ്രശ്നമുണ്ടാക്കി. അപ്പൊ പറവോട്ട് സൈന്യം സെലക്ട് ചെയ്ത ഇരുമ്പുരഥങ്ങളും തേരാളികളും വരുന്ന കണ്ട് ഇവര്
ഭയപ്പെട്ടേച്ച് പറയാ, മിസ്രയീമിൽ ശവക്കൂലിയിലായിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നല്ലൊരു കുഴി പോലും എടുക്കാൻ ഇവിടെ സാവകാശമില്ല. ഇവര് ദൈവത്തിനും വചനത്തിനും ഒക്കെ നിരക്കാത്തതായി പറയണത്. അപ്പൊ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, ജനത്തോട് മിണ്ടാതിരിക്കാൻ പറ. നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ ചെങ്കടലിന്മേൽ നീട്ടണം. മോശ വടിയെടുത്ത് ചെങ്കടലിന്മേൽ കടലിന്മേൽ നീട്ടി. ഞാനെപ്പോഴും പറയും, ദർശനമില്ലാത്ത, വെളിപ്പാടില്ലാത്ത, കൃപയില്ലാത്ത സംവിധാനം നോക്കുമ്പം ഒരു വലിയപ്പൻ ഉണക്കക്കമ്പം പിടിച്ചോണ്ട് നിൽക്കുന്നതായിട്ട് തോന്നുള്ളൂ. പക്ഷെ ആത്മക്കണ്ണ് പ്രകാശിച്ചു നോക്കിയപ്പോ യെശയ്യാ പ്രവചനം 63:12 വായിച്ചേ. ദർശനമില്ലാത്തവൻ നോക്കുമ്പോ മോശ ഉണക്ക ചുള്ളി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ എന്ന് പറഞ്ഞാൽ മോശ ആ വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടിയപ്പോൾ മോശയുടെ വലം കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വന്നു. ഇന്ന് മകൻ ദൈവവൈതലേ, അവൻ ദൈവം നിനക്ക് വേണ്ടി അവൻ ചെങ്കടലിനെ വറ്റിക്കും. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം തന്നെ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ പൂർത്തീകരിക്കും, വാളൂരി നിഗ്രഹിക്കുമെന്നൊക്കെ ശത്രു പറയുമ്പോൾ ദൈവമക്കൾ ആ വാക്ക് കാര്യമാക്കരുത്. നിന്റെ ശത്രുവിന്റെ കയ്യിൽ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദുഷ്ടന്റെ ആശയെ ദൈവം നശിപ്പിക്കും. ദുഷ്ടന്റെ കൂടാരത്തെ ദൈവം തകർക്കും. തന്റെ കൂടാരത്തെ ദൈവം ദുഷ്ടമക്കത്തിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. ഓ ദൈവത്തിന് മകത്ത, ദൈവത്തിന് മകത്ത, ദൈവത്തിന് മകത്ത. പലപ്പോഴും കൈ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഓ തന്റെ കുടുംബാവിന് ദുഷ്ടമക്കത്തിൽ ഏൽപ്പിക്കത്തില്ല. ഇന്ന് പകൽ വേണമെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് ദൈവമക്കൾ പേടിക്കരുത്. യേശു ആ വാക്ക് നമ്മൾ വിധകാര്യമാക്കണം. ഏതൊക്കെ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, ആശ പൂർത്തീകരിക്കും, വാളൂരും, വെട്ടും, നിഗ്രഹിക്കും. ധൈര്യപ്പെട്ടോണം. 1-2 വാക്യം കൂടെ വായിച്ചെന്ന് നിർത്താം. ദൈവത്തിന് മഹത്വം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള തിരുവെടുത്തുകളൊന്ന് വായിച്ചു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു. കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. അവിടെ ഈ ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ ഗോലിയാത്ത് പറയുന്ന 43 മുതൽ വായിച്ചേ. ഞാൻ 43 സോറി. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ, നീ വടികളുമായിട്ട് എന്റെ നേരെ വരാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. അടുത്തത് തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. അപ്പൊ നാമം ചൊല്ലുന്നു, ശപിക്കുന്നു. അടുത്തത് ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ വാക്കൊന്നും കാര്യമാക്കരുത്. ഫെലിസ്ത്യൻ നാമം ചൊല്ലുന്നതൊന്നും നമ്മൾ വലിയ കാര്യമാക്കണം. അവൻ ശപിക്കും, അത് നീ കാര്യമാക്കണം. ബന്ധുക്കോസിൽ പോയെന്ന് പറഞ്ഞ് ശപിക്കും. പ്രായമുള്ള ചിലരൊക്കെ പറയും, തിരിച്ചു ആളുകളെ ചെയ്യരുത്. ഞാനല്ലോ കുടിക്കുന്നത്, ആനല്ലേ കുടിക്കുന്നതെന്ന് കയറി അങ്ങനെ പറയാനൊരു ഉണ്ട്. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ വേണ്ട സ്ഥലമൊന്നും പറയാനില്ല. അവര് 3-4 സഹോദരിമാര് ടീം പ്രവർത്തനം, എല്ലാം നല്ല കട്ടയാണ്. അപ്പം ലഘുലേഖ കൊടുക്കാൻ പോയപ്പോ ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. പോയിടി എന്ന് പറഞ്ഞില്ല. രാവിലെ കുറെ പുള്ളി പറഞ്ഞ ഭാഷയല്ലേ വേറെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മാർക്കറ്റിലുള്ളതായിക്കോട്ടെ, പിന്നെ അങ്ങനെ കുറെ അറിയാമല്ലോ. അവരെയൊക്കെ അറിയാതിരിക്കും. അതിനിപ്പം മേൽപ്പെട്ടിമാവ് മാത്രമല്ല, ആ മേൽപ്പെട്ടിമാവ് ഏരിയ കുറച്ച് വേണം. ഈ സഹോദരിമാരുണ്ടാക്കി പോയി പോയപ്പോൾ അതിന് ഒരമ്മ ഒരാൾ ചിലപ്പോൾ തൻ്റെ വഴിയൊക്കെയാണ്.
ഓടി എന്ന് പറഞ്ഞ എല്ലാത്തിനും ഓടി വിട്ടപ്പോ ഇതുങ്ങളെല്ലാം വന്നപ്പോ ഈ തള്ള മാത്രം അവർ പയ്യെ നേരെ അവരുടെ അടുത്തോട്ട് എടോ തന്നെക്കാളും വലിയവനെ രാവിലെ മാർക്കറ്റില്ലേ തന്നെക്കാളും വലിയവനെ രാവിലെ കണ്ടേച്ചാൽ അവിടെ താൻ ഇഷ്ടമുണ്ടായി സ്വീകരിച്ചാൽ മതി ഞങ്ങളെ ആടാകുന്നു. അങ്ങനെ ചിലരുണ്ട്. നമ്മളെ തിരിച്ചൊന്നും പറയണ്ട, അത് നമ്മുടെ മാർഗമല്ലല്ലോ. നമ്മളെ ക്ഷമിക്കുമ്പോ തിരിച്ച് ക്ഷമിക്കണ്ട, നമ്മളെ പ്രയാഗുമ്പോ തിരിച്ച് പ്രയാഗം വേണ്ട. യഹോവ പ്രയാഗാത്തവനെ ആരും. ഇവിടെ ഗോലിയാത്ത് ഒന്ന് നിയമം ചൊല്ലി, അവന്റെ ദേവന്മാരുടെ നിയമം ചൊല്ലി. ഇതൊന്നും നിങ്ങളുടെ കാര്യമാക്കണ്ട. രണ്ട്, ദാവീദിനെ ശപിച്ചു. ഇതൊന്നും നിന്നെ ശപിക്കും കാര്യമാക്കണ്ട. അരിശം തീരാതെ പറയാ, നിന്റെ മാംസം ഞാൻ ആകാശത്തിലെ പക്ഷികൾക്കിരയാക്കും. ഇതൊന്നും കേട്ട് നിങ്ങൾ കാര്യമാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെ ശമിക്കുന്നവര് കാണും, പ്രയാകുന്നവര് കാണും, രക്ഷപ്പെടത്തില്ല, ഗതി പിടിക്കത്തില്ല എന്നൊക്കെ പറയുന്നവര് കാണും. പക്ഷെ നിങ്ങൾ തിരിച്ചൊന്നും മറുപടി പറയരുത്, തിരിച്ചു പ്രയാകുകയും ചെയ്യരുത്. അവൻ സ്തോത്രം സ്തോത്രം, അവൻ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുത്. നമ്മളെ തന്നെ അനുഗ്രഹിക്കാൻ വിളിച്ചതാണ്. അതുകൊണ്ട് അന്യോന്യം അനുഗ്രഹിക്കണം. കൂടെ കൂടെ പറയണം, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്റെ ദൈവം എന്നെ ഉയർത്തും, എന്റെ ദൈവം എന്നെ മാനിക്കും. ഞാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ തലമുറയ്ക്ക് ദോഷപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ അസ്തമിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ വാക്കുകള, വിശ്വാസത്തിന്റെ വാക്കുകള. ഈ ഗോലിയാത്ത് നാമം ചൊല്ലുക, നാമം ചൊല്ലുന്നു. അങ്ങനല്ലേ എഴുതിയത്, ദേവന്മാരുടെ. ഞാൻ അധികം പറയുന്നില്ല. എപ്പോഴൊക്കെ ഇവൻ നാമം ചൊല്ലുന്നത്? 16-ാം വാക്യം വായിച്ചേ. 16 ഫെലിസ്ത്യൻ 40 ദിവസം അവൻ രാവിലെ വൈകിട്ട് നാമം ചൊല്ലുക. നമ്മൾ രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? കടലിന്റെ വെള്ളം വെക്കുന്നതല്ലേ പഴയ സൈക്കിളിൽ കാറ്റടിക്കും പോലെ. ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കുടുംബമായിട്ട് രാവിലെ ഇരുന്ന് മുടങ്ങാതെ മുടക്കി പാട്ട് പാടി കൈയടിച്ച് ആത്മാവിൽ നിറയുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ കുടുംബ പ്രാർത്ഥന മൊബൈൽ അടിക്കുന്ന കേട്ടോണ്ടാണ് എഴുന്നേൽക്കുന്നത്. ഒരു സ്ഥലത്ത് വിശ്രമിച്ചപ്പം 5-6 സഹോദരന്മാരും ഒക്കെ ഉണ്ട്. അപ്പുറത്തെ മുറികളിലൊക്കെ സഹോദരിമാരുമുണ്ട്. സ്ഥലമൊന്നും പറയുന്നില്ല, വിശ്രമിച്ചു. വെളുപ്പിന് സാധാരണ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പാട്ട് പാടും. അതിനു മുമ്പ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരുത്തന്നെ മൊബൈല് അടിച്ചു. പേരൊന്നും പറയാന്നില്ല, അടിച്ചു. ഉടനെ ആ പോക്ക് ഒരു കയ്യിലെ മുണ്ട് ഇങ്ങനെ ഞങ്ങൾ അതിന് ശേഷം പാട്ട് പാടി പ്രാർത്ഥിച്ച് അവനെ അങ്ങോട്ട് കണ്ടില്ല. അവൻ അവിടെ പോയിരുന്ന് മൊബൈൽ ഫോൺ ചെയ്യുക. ഫോൺ ചെയ്യരുതെന്നല്ല ഞാനീ പറഞ്ഞത്. ആദ്യം ഇത് കഴിഞ്ഞാൽ ചാവാനും കാര്യം. ആദ്യം ദൈവസന്നിധിയിൽ ഇരിക്കണം. ഗോലിയാത്തിനെ കണ്ടുപിടിച്ച് രാവിലെ മന്ത്രം ചൊല്ലും. എന്ത് മാതൃകാപരമായിട്ട് അവൻ നാമം ചൊല്ലുന്നത്. രാവിലെ നാമം ചൊല്ലും, അത് 40 ദിവസവും ചൊല്ലും, അത് മുടങ്ങാതെ ചൊല്ലും. 11-ാമത്തെ വാക്യത്തിൽ എല്ലാരും കേൾക്ക. 11-ാം വാക്യം വായിച്ച 11. എല്ലാരും കേൾക്കയാ ചൊല്ലുന്നത്. നിർത്തിക്കേ. രാവിലെ നാമം ചൊല്ലും, വൈകിട്ട് നാമം ചൊല്ലും, 40 ദിവസം ചൊല്ലും, മുടങ്ങാതെ ചൊല്ലും. എല്ലാരും കേൾക്കാൻ. ഇങ്ങനെ നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ? രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടോ? വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടോ? മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കേ. സ്തോത്രം. ഞാനൊന്നും വിവരിക്കുന്നില്ല. ദൈവത്തിന് മറന്നു ശാശാന്തരും എന്ത് മാതൃകാപരമായിരിക്കുന്ന നീറ്റായിട്ട് അവന് ഇങ്ങനെയൊക്കെ ഇവൻ ചെയ്തവന്റെ ദേവന്റെ നാമം ചൊല്ലി അഭിഷിക്തനെ ശാപിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതൊന്നും കാര്യമാണ്. നിന്നെ ഉയർത്താമെന്ന് ദൈവത്തിന്റെ വാർത്ത. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധവും ഫലിക്കത്തില്ല.
ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, അനാഥയായിട്ട് വിടത്തില്ല. നടക്കുമ്പോൾ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വാക്കൊന്നും ദൈവമക്കൾ കാര്യമാക്കരുത്. അപ്പോൾ ഫറവോൻ പറയുന്ന വാക്കും കാര്യമാക്കരുത്, ഗോലിയാത്ത് പറയുന്ന വാക്കും കാര്യമാണ്. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. അന്നേരം 2 മണിയാകും മതി, ഗുണമാകാനാണ് ഇതൊക്കെ മതി. പിന്നെ ഇത് തന്നെ കൂടുന്നില്ല. സ്തോത്രം. ഒന്ന് വായിച്ച് നമുക്ക് അങ്ങ് നിർത്തിയേക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. 19-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം ഒന്ന് വായിച്ചു. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേലിനോട് പറഞ്ഞു. അടുത്ത വാക്യം. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുവന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ. എന്റെ ഭാഷയാണ്. നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു ധാരണയുണ്ട്, വിവരവും ബോധവും ഇല്ലാത്തവനാന്നൊരു ധാരണ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ അങ്ങ് ഉറപ്പിക്കാൻ പോവുക. ഈ കള്ളി തള്ള പറയുന്ന കേട്ട് നിങ്ങൾ ഈ സ്ത്രീ എന്താ പറഞ്ഞത്? നേരെ ഈ നേരത്ത് ഞാൻ ഏലിയാവിനെ കൊല്ലുമെന്ന്. കാര്യമാക്കണ്ട. ഒരു പേട്ടുതള്ള പറയുന്ന കേട്ട് സ്തോത്രം. പിന്നെ അങ്ങനെ ഒരു മനുഷ്യനൊക്കെ ആയതുകൊണ്ട് ഉള്ളിൽ കേട്ടാണ് പേടിച്ചു ഓടി ചൂരച്ചെടിയുടെ ചെന്ന് പറഞ്ഞ് കർത്താവുമായി ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തു. കന്യാകുമാരി മുതൽ കാസർഗോഡിന്റെ അങ്ങേയറ്റം ഉപ്പള വരെ ഞാൻ പോയി പരസ്യോഗം നടത്തി. നീ എന്നെ അങ്ങ് കർത്താവ് പറഞ്ഞ നീയുമായി പൊട്ടമർത്താൻ വന്നും പല തള്ള പറഞ്ഞു കേൾക്കുമ്പോൾ നീ ഇവിടെ കിടന്ന് അഞ്ചമേന്നും ചഞ്ചലങ്ങളൊന്നും വേണ്ട, പഞ്ചമുറി വേറ്റതാണ് തഞ്ചമേടും. പഞ്ചമേന്നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമുറി വേറ്റതാണ് തഞ്ചമേടും. പിഞ്ചു പോകില്ലൊരു നാളും തങ്കാനൂനകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നും. പിഞ്ചു പോകില്ലൊരു നാളും തങ്കാനൂനകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ. ഓനത്തു ഭീതി കേട്ടതെല്ലോ നടുങ്ങിടിലോ ചൂരച്ചെടി ശത്രു ഭീതി കേട്ടതെല്ലോ നടുങ്ങിടിലോ ചൂരച്ചെടി കാണാതെ ഉറങ്ങിടിലോ. പഠിച്ചാൽ എന്റെ ഭാഷയാ നല്ല തീപ്പൊരി ശുശ്രൂഷ ചെയ്ത ദൈവരാജൻ. എത്ര പ്രഗത്ഭനാണെങ്കിലും എത്ര കെട്ടിക്കെട്ടിയവനാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചിലരുടെ വാക്കും ചില സംസാരമൊക്കെ ചിലരെ ഭയപ്പെടുത്തും. സഭയിലൊക്കെ വലിയ കെട്ടിക്കെട്ടിയ അച്ചായന്മാരുണ്ട്, വീട്ടിൽ ചെന്ന അമ്മാമ്മ ചൂടുവരൽ നിർത്തുന്നത്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ഒരിക്കലൊരു പ്രവർത്തനത്തിന് പോകാനുള്ളത് വേറെ 3-4 പറഞ്ഞിട്ട് അപ്പം
പ്രവർത്തനത്തിന് പോകാൻ ഇറങ്ങി. അപ്പം ഒരച്ഛനുണ്ട്, ഞാൻ വരുവാന്ന് പറഞ്ഞു. പുള്ളി ഷർട്ടുമൊക്കെ ഇട്ട് ട്രാക്ട് വാങ്ങിച്ചിറങ്ങി. അപ്പം അല്പം കഴിഞ്ഞപ്പോൾ അമ്മാമ പുള്ളി അകത്ത് കയറി. അകത്ത് നടന്ന സംഭവം എന്താണെന്നൊന്നും എനിക്കറിയാമല്ല. പ്രധാനം പറയുകയായിരുന്നു അതോ അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കാണാത്ത കാര്യമൊന്നും പറയുന്നില്ല. തിരിച്ചു പുള്ളി വന്ന് പറഞ്ഞു, അനീഷ് കുമാറെ നിങ്ങൾ ഇന്ന് പോകും, ഞാൻ പിന്നീട് ഒരു ദിവസം. പുള്ളി ആദ്യം കാര്യത്തിൽ ഇറങ്ങാൻ പോകാൻ എന്തായാലും വീട്ടുകാര്യമായിരിക്കും, എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും, എനിക്ക് അറിയത്തില്ല, ഞാൻ സംഭവം പറഞ്ഞതാണ്. അപ്പൊ ഭയങ്കര ശുശ്രൂഷ ചെയ്ത ആളാ ഏരിയ. കൊടുങ്കാറ്റ് പോലെ ഇങ്ങോട്ട് വന്ന ആകാമിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമല്ലാതെ, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞുമഴയുണ്ട്. കൊടുങ്കാറ്റ് ഇപ്പോൾ ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ പേടിച്ചു. ദൈവമക്കളുടെ കാര്യമാക്കരുത്. ഇതിനെപ്പറ്റി ചരിത്രം പറയുന്നത് പേടിക്കാൻ കാര്യം വാക്ക് തന്നെയല്ല. ഇസബേല് സീതോന്യ രാജാവാക്കുന്ന ഇഗ്വാനിന്റെ പുത്രിയാണ് ഇസബേൽ. ഇവളെ പറ്റി പറയുന്നത് ഇവള് ശുദ്ധനം ചെയ്യുന്നവള്, ആഭിചാരക്കാരിയാണ്. അതുകൊണ്ടാ പണ്ട് ഏകൂ ഇസ്രായേലി വന്നപ്പോൾ യോരാമിനോട് ചോദിച്ചു, യോരാമേ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. ആ യോരാം ഏകൂവിനോട് ചോദിച്ചു, ഏകുവേ നിനക്ക് സമാധാനമാണോ, സുഖമാണോ? അപ്പൊ ഏകു തിരിച്ചു പറഞ്ഞു, നിന്റെ അമ്മ ഇസബേലിന്റെ ശുദ്ധനം ഇതുപോലെ കൊടികുത്തി വാഴുമ്പോൾ എനിക്ക് സ്വസ്ഥത വരും. അപ്പൊ ഇവിടെ ശുദ്ധരക്കായിരിക്കും, ആഭിചാരം ചെയ്യുന്ന സ്ത്രീയാണ്. ചുരുക്കി പറഞ്ഞാൽ വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത് ഈ സ്ത്രീ തന്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊന്നെന്ന് പറഞ്ഞതിന് ശേഷം ഏലിയാവിനെതിരെ ശുദ്രപ്രയോഗം ചെയ്യാൻ തുടങ്ങി. ആഭിചാരത്തിന്റെ എഫക്റ്റ് ഉണ്ടാകും. പക്ഷെ അത് ജയിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്ത്, അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആഭിചാരത്തിന്റെ ശക്തികൾ അടിയും. ദൈവത്തിന് മഹത്വം. വിവരിക്കുന്നതിന് ഇവിടെ പറയുക, എന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നേരെ ഈ നേരത്ത് ഏലിയാവിനെ ഞാൻ ബോധവരുത്തും, ഏലിയാവിനെ കൊല്ലും. ദൈവമക്കളെ ഈ വാക്ക് നീ കാര്യമാക്കരുത്. ദൈവം തമ്പുരാൻ ഏലിയാവിനെ പറ്റി പദ്ധതി ഇട്ടിരിക്കുന്നത് ഒരെണ്ണം പോലും നീ മരിക്കുന്ന കാണുകയല്ല. അല്ല, നിന്നെ കൊല്ലുന്നില്ല, ഞാൻ നിന്നെ ഇടുകയില്ല. അഗ്നിമയ രഥങ്ങളും വശങ്ങളും എല്ലാം കൂടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചുഴലിക്കാറ്റ് അങ്ങോട്ട് വന്ന് കറങ്ങി തന്റെ സഹവൃത്തിയെ നോക്കി നിൽക്കുക ഏലിയാവിനെ ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് ദൈവം എടുത്തുകൊള്ളുകയാണ്. അവൻ ശത്രുവിന്റെ കയ്യിൽ ദൈവം തന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ കൊല്ലും, വകവരുത്തും. മന്ത്രവാദം ചെയ്യും. ഇങ്ങനെയൊക്കെ ശത്രു കളഞ്ഞപ്പോൾ ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം വിട്ടുകൊടുക്കും. മന്ത്രവാദത്തിന്റെ ശക്തികൾ അടിക്കുവാനത്തെ, അഹവിചാരത്തിന്റെ ശക്തികൾ ഇടവകൾ മാറട്ടെ, അന്യായത്തിന്റെ ശക്തികൾ ഇടവകൾ ദൈവത്തിന്റെ ശുദ്ധിയ പ്രയോജനം ഇടവകൾ മാറിപ്പോകട്ടെ. അവൻ ഗോലിയാത്തിന്റെ വാക്ക് നീ കാര്യമാക്കരുത്. ഇസ്രായേലിന്റെ വാക്ക് നീ കാര്യമാക്കരുത്. നീ ഞാനും നീ കാര്യമാക്കേണ്ട യേശു പറഞ്ഞതാ. യേശു കൊണ്ടോ പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. ലോകത്തെ സ്ഥലത്തുള്ള എന്താണ് ഞാൻ നിന്നെ കൂടെ, ഞാൻ തീരത്തിൽ കിടക്ക മാറ്റി വിളിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും. നമുക്ക് കൈയെടുത്ത് പാടാം. ശത്രുഭീതി കേട്ടുതല്ലും നടന്നിടിലോ ചൂടച്ചെടി തുടങ്ങിടിലോ, ശത്രുഭീതി കേട്ടുതല്ലും
പ്രാർത്ഥിച്ച് പകരത്തെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനം പരിശുദ്ധമാകുന്ന ഞങ്ങളുടെ ദൈവമേ, മധ്യാഹ്ന കഴിഞ്ഞവകളേക്കായി സ്തോത്രം. ഏറെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകലും ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ ദാസനെയും ദാസിയെ തലമുറകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ കൂടി വന്ന് ആരാധിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു. കുടുംബമായി വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലും ഇവിടെയും ഓൺലൈനിലും ഒക്കെ സംബന്ധിച്ച എല്ലാവരെയും ആശീർവദിക്കണമേ. തുടർന്ന് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളും അനുഗ്രഹമാകണം. അതാത് സന്ദർഭങ്ങളിൽ അഭിഷിക്തന്മാരെ അയച്ച് ആവശ്യമാകുന്ന ആത്മീക സന്ദേശങ്ങൾ കേൾപ്പിച്ച് അവിടുത്തെ ജനത്തെ ഒരുക്കി അവിടുത്തെ വരവനായി വാർത്തെടുക്കണമെന്ന് ഞങ്ങൾ ഒന്നും പ്രാർത്ഥിക്കുന്നു. പലവിധ വിഷയങ്ങളിൽ അരങ്ങുന്നവരുണ്ട്. അവരുടെ വിഷയങ്ങളെല്ലാം ഭാരമേറ്റ് നടത്തിക്കൊണ്ടിരിക്കണം. ആർക്കും ഒരു ദോഷവും അനർത്ഥവും വരുത്തരുത്. മടക്കയാത്ര കൂടിയിരിക്കണം. വാഹനങ്ങൾ നിയന്ത്രിക്കണം. എണ്ണത്തിലൊന്നും പോലും കുറയരുത്. അവിടുത്തെ ജനത്തെ അവിടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സന്നിധി ബോധത്തോടും വിശ്വസ്തരായിട്ടൊക്കെ ജീവിക്കാൻ അവർക്ക് കൃപ ചെയ്യണം. എളിയവനും വന്ന് സൂക്ഷിപ്പാൻ ഭാഗ്യം തന്നു. അതിനായി സ്തോത്രം. തുടർന്നുള്ള ദിനങ്ങളിലെ യോഗങ്ങളും അനുഗ്രഹമാക്കണം. കൃപയ്ക്ക് പൊതിക്കണം. എല്ലാം നന്മയ്ക്കായി ചെയ്യണമേ. എല്ലാറ്റിനുപരി ഞങ്ങളുടെ കർത്താവിന്റെ വരവാസന്നമായിരിക്കുകയാൽ വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം യോഗ്യരാക്കി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. എഴുന്നേറ്റ് നിൽപ്പാൻ സാവകാശമുള്ളവർക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ വീശി അല്പമിനിറ്റുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ കരങ്ങളും ഉയർത്തി വീശി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രകാശിപ്പിച്ച് നിങ്ങൾ